3 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാൻ ഞാൻ ആ മോളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് 1 കൊരിന്ത്യർ എടുത്താട്ടെ, 12-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. വരം പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വരം പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ലൂക്കോസ് 3:16. ആ കുഞ്ഞുങ്ങളെ ഇപ്പുറത്തിരുത്തിക്കൂടെ, വായിക്കും അല്ലെങ്കിൽ ശ്രദ്ധ പോകും. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മ സ്നാനം നൽകുന്നത്. നമുക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ചൊന്ന് പറയാം. വരങ്ങൾ നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആത്മസ്നാനം നൽകുന്നത് ആരാണ്? പറഞ്ഞില്ലല്ലോ, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. ഇനി 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ. ക്ഷമിക്കണം, 21 മുതൽ വായിച്ചാട്ടെ മോളെ. ഞങ്ങളെ നിങ്ങളോട് അത് തന്നെ എല്ലാവരും വായിച്ച്. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും. നമ്മെ എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. നമ്മെ ഇതാരാ പറയുന്നത്? പൗലോസ്ലീഹയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, നമ്മെ. അപ്പൊ അപ്പോസ്തലന്മാരെയും നമ്മളെ എല്ലാവരെയും അഭിഷേകം ചെയ്യുന്ന ആരാണ്? ദൈവമാണ്, പിതാവാണ്. ഇനി 3 നിങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരുമിച്ച്. ആർക്കെങ്കിലും ഹെഡ് വെയിറ്റ് ഉണ്ടെങ്കിൽ പറയരുത്. കാരണം യേശു മുൾക്കിരീടം ധരിച്ചതിനേക്കാൾ അപ്പുറത്തൊരു ഹെഡ് വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പറയരുത് കേട്ടോ. ഹെഡ് വെയിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പറയാം. പിതാവാണ് അഭിഷേകം നൽകുന്നത്, പുത്രനാണ് ആത്മസ്നാനം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങൾ നൽകുന്നത്. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. പിതാവ് നൽകുന്ന അഭിഷേകവും പുത്രൻ നൽകുന്ന ആത്മസ്നാനവും പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളും ഈ സഭയിൽ ഇന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഷുഡാബാല ഹസ്കജഷ്. അർത്ഥാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു പ്രവർത്തന കേളീരംഗമായി ഈ ചർച്ച് ഇന്ന് തീരണം, ഇന്നു മുതൽ തീരണം, എന്നും അതായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിയോ കൈയടിച്ചോ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞ, ദൈവമേ, പിതൃപുത്ര പരിശുദ്ധാത്മ പ്രവർത്തനം കാണാൻ ഞങ്ങൾ കൊതിച്ചടുത്തു വരികയാണ്. അഭിഷേകവും ആത്മസ്നാനവും കൃപാവരങ്ങളും നൽകുന്നതോടൊപ്പം അതിൻ്റെ പ്രദർശനങ്ങളും നടത്തണം. വേണ്ടേ? അത് നടത്തും ദൈവം. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ആഗ്രഹിക്കണം, 2 അടുത്ത് ചെല്ലണം, 3 ആവശ്യപ്പെടണം. ആവശ്യപ്പെടേണ്ടത് എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പിന്നാലെ പറയാം. നമ്മുടെ വിഷയം ഇതാണ്. പിതാവ് അഭിഷേകം നൽകുന്നു. ബാക്കി ഞങ്ങളെ നിങ്ങളോട് കൂടെ അല്ല, ബാക്കി പറഞ്ഞാൽ മതി. പിതാവ് അഭിഷേകം നൽകുന്നു, പുത്രൻ ആത്മസ്നാനം നൽകുന്നു. ഇത് 3 നിങ്ങൾ ഒരുമിച്ച് പറയണം. സഹോദരന്മാർ ആദ്യം പറയും. ഉറക്കെ പറഞ്ഞാട്ടെ. ഇന്നലത്തെക്കാളും സഹോദരന്മാർ ബെറ്ററായി. എൻ്റെ വക കൺഗ്രാജുലേഷൻ കേട്ടോ. ഫ്രീസ് ലോർഡ്, താങ്ക് യു സോ മച്ച്. ഇനി സഹോദരിമാരെന്ന് പറഞ്ഞേ. ആമേൻ. ഇനി ഞാൻ പറയുന്ന വാചകം വീണ്ടും ആവർത്തിക്കുകയാണ്. മരണം വരെ നമ്മുടെ അകത്ത് ഇത് സ്ഥാപിതമായിരിക്കണം. പിതാവിനാലുള്ള അഭിഷേകവും പുത്രനാലുള്ള ആത്മസ്നാനവും
പരിശുദ്ധാത്മാവിനുള്ള കൃപാവരങ്ങളും നമ്മുടെ സഭയിൽ തുടരണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതിൻ്റെ പ്രദർശനം ഇവിടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് വിരോധമില്ല. അതിൻ്റെ പ്രദർശനങ്ങൾ ഇവിടെ കാണണം. അതിൻ്റെ പ്രദർശനങ്ങൾ ഇവിടെ കാണണം. ഹല്ലേലൂയ. മോനെ, ഞാനിത് അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഓക്കെ, നമുക്കിനി തിരുവെഴുത്തിലേക്ക് കടക്കാം. 3 അനുഭവങ്ങൾ ഒരുമിച്ച് കണ്ടു. നമ്മുടെ വിഷയം ഇന്നലെ ആരംഭിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ഓർക്കെ പറ. ഇന്ന് അഭിഷേകം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് അഭിഷേകം തരുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ചെക്ക് ഷർട്ട് ഇരിക്കുന്ന പ്രസിഡന്റെ പേരെന്താണ്? അല്ല, ഇവിടെ നിതീഷ്. ഓ, ഞാൻ വിചാരിച്ചു കേന്ദ്രമന്ത്രിയാണെന്ന് വിചാരിച്ചു. സതീഷ്. ഓക്കെ, സതീഷിന് ദൈവം 12 പിള്ളേരെ കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുക്കട്ടെ, നമുക്ക് അസൂയില്ലല്ലോ. എന്താ നിങ്ങൾക്കൊരു വിഷമം പോലെ അല്ലേ? അതിന് കൊടുക്കട്ടെ അല്ലേ? കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഗോപകുമാർ സമ്മതിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ 12 പിള്ളേരെയും പഠിപ്പിക്കണം എന്ന് സതീഷിന് ഒരു ചിന്തയുണ്ട്. പിതാക്കന്മാർക്ക് അങ്ങനെ ചിന്ത വരില്ലേ? എൻ്റെ മക്കൾ ഇന്ന രീതിയിൽ പഠിക്കണം എന്നൊരു ചിന്ത വരില്ലേ? അത് തെറ്റല്ല. ആ നിലയിൽ കുട്ടികളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. ക്ലാസ്സിൽ വിടുന്നതിന് മുമ്പ് നമ്മൾ ചിലതൊക്കെ ചെയ്യാറുണ്ടല്ലേ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ചിൽഡ്രൻ സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു കേരള ഭാഷാ ഭവനുണ്ടല്ലേ? അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുക്ക് കിട്ടും. സ്വത്രം നിങ്ങൾക്ക് തൊട്ടടുത്താണ്. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് മേടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ ചിൽഡ്രൻ സൈക്കോളജി പഠിക്കുമ്പോൾ കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നു? അഭ്യസിപ്പിക്കുന്നു. അവരെ ഇന്ന രീതിയിൽ എത്തിക്കണം എന്ന്. ആ ലക്ഷ്യത്തിന് വേണ്ടി മൂത്ത മകൻ്റെ പേര്, മൂത്ത മകനതേ ഇരിക്കുന്നത്, മോൻ്റെ പേരെന്താ മോനെ? ബെൻ എന്നത് 5000-ലധികം പ്രാവശ്യം ബൈബിളിലുണ്ട്. സണ്ണ് അതുപോലെ തന്നെയുണ്ട്. ബെൻ എന്ന് പറഞ്ഞ മക്കളെന്നർത്ഥം, സണ്ണെന്ന് പറഞ്ഞ മകനെന്നാ. ആമേൻ. എബ്രായ ഭാഷയിലാണ് ബെൻ. ഇദ്ദേഹമാണ് മൂത്ത മകൻ. അപ്പോൾ സതീഷിൻ്റെ അകത്ത് ഈ മൂത്ത മകനെ കുറിച്ചുള്ള ചിന്ത എന്താ? എൻ്റെ മോൻ ഒരു ഡോക്ടറാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സതീഷ് അങ്ങനെ ഒരു ചിന്ത വെച്ചത്? മറ്റൊന്നുമല്ല, ഡോക്ടറാകുമ്പോൾ രോഗികളെല്ലാം വരും, അവരോടൊക്കെ സുവിശേഷം പറയാം. നല്ല ലക്ഷ്യം പറഞ്ഞു കേട്ടോ. അവരോടൊക്കെ സുവിശേഷം പറയാം. അവരൊക്കെ യേശുവിനെ കണ്ടെത്തണം. ആ നിലയിലാണ് ഈ ചിന്ത വന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല പാസ്റ്ററെ. ഇനിയാണ് നമ്മുടെ മോൻ്റെ പഠനം ആരംഭിച്ചിരിക്കുന്നത്. SLC കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, MBBS കഴിഞ്ഞു. പിന്നെ FRCS -- പഠിക്കണം. MBBS കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ടൈമായപ്പോൾ ഈ മോൻ പറഞ്ഞു, ഡാഡി ഇതൊന്നും പൂർത്തീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ഇല്ലാതെ എല്ലാവരും കുത്തി വേദനിപ്പിക്കാനും കുറേ മരുന്ന് കൊടുത്ത് കലക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കിതിഷ്ടമല്ല. ഞാൻ വേറൊരു പണിക്ക് പോവാ, ജോബ് ഓറിയൻറ്റഡായ വേറൊരു കോഴ്സ് എടുക്കാൻ പോവാ. ഇത് കേട്ടാൽ സതീഷിൻ്റെ ഹൃദയം എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയണം. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടാൽ പിതാവായ സതീഷിൻ്റെ ഹൃദയം എന്താ? പറഞ്ഞ് അതിൻ്റെ അളവ് അപ്പന്മാർക്ക് മനസ്സിലാവും. ഞാൻ നന്നായി ഓടുമായിരുന്നു SSLCക്ക് മുമ്പ്. ഹൈസ്കൂളിൽ തോപ്പ് ഗ്രൗണ്ടിൽ ഞങ്ങൾ ഓടുക, ജില്ലാ മത്സരത്തിൽ 3.5 റൗണ്ട് ഓടിയെങ്കിലേ തീരുള്ളൂ. പക്ഷേ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറ്റ സ്നേഹിതൻ വേറെ പള്ളിക്കൂടത്തിൽ ഒരുത്തനാണ്. അവൻ തൊട്ടു എൻ്റെ അടുത്ത ഇതിൽ ഓടിയിരുന്നതാണ്. പക്ഷെ അവനെ കാണാനില്ല. തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് ഫസ്റ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ചരട് പൊട്ടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ഇവൻ അവിടെ നിന്നിട്ട് ഐസ് ഫ്രൂട്ട് കഴിക്കുക. എന്നിട്ട് അവൻ എന്നോട് പറയുക, 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ക്ഷീണമായി, ഐസ് ഫ്രൂട്ടും കേട്ട് ഞാൻ അങ്ങോട്ട് പോയെന്ന്. ചിലർ ഇരിപ്പ് കണ്ടിട്ട് അവൻ്റെ പിന്നാലെ പോയില്ല ഭരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയവരായി കാണുന്നു.
മഹാരാജാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്ന മഹത്തായ ലക്ഷ്യത്തിൽ നിന്ന്, അഭിഷേകത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയ വ്യക്തികളുണ്ട്. എന്നാൽ തിരിച്ചിന്ന് വരണം എന്നാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആ ലക്ഷ്യം എനിക്കൊന്ന് നിറവേറ്റണം. എൻ്റെ അപ്പച്ചൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന ആ ലക്ഷ്യം എനിക്ക് നിറവേറ്റണം. സ്വന്തം മകനെയല്ലേ കാൽവറിയിൽ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. എനിക്ക് ഒന്ന് നിറവേറ്റണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എനിക്ക് തന്ന അഭിഷേകത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് നിറവേറ്റണം എന്ന മനസ്സുള്ളവർ പറയൂ, യെസ് ഗോഡ്. ഞാൻ ഇന്ന് ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഐസിയ ചാപ്റ്റർ 61, ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 18. ഐസിയ ചാപ്റ്റർ 61 വേഴ്സ് 1, then ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 18. ഇത് രണ്ടും ഒന്നിച്ച് വായിച്ച ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഈ വാക്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നന്നായി ശ്രദ്ധിക്കണം. വായിച്ചാട്ടെ മോളെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിക്കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും. ഇനി ലൂക്കോസ്, ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട്. ഇത് നമ്മുടെ കർത്താവ് വായിക്കുകയാണ് സിനഗോഗിൽ നിന്ന്. നസറത്തിലെ സിനഗോഗിലെ 4ാമത്തെ പ്രോഗ്രാമാണത്. യേശു ക്രിസ്തു വായിക്കുകയാണ്. ആ വായിക്കുന്നത് ഒന്ന് കേട്ടോളൂ. ഇനി ലൂക്കോസ് 4:18. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. എൻ്റെ ചോദ്യം, 61-ാം അധ്യായം 1-ാം വാക്യം യേശു വായിച്ചപ്പോൾ 61-ൽ ഇല്ലാത്ത കാര്യം യേശു വായിച്ചു. നോക്കി, നിങ്ങൾ ബൈബിൾ നോക്ക്. 61-ൽ ഇല്ലാത്ത ഒരു കാര്യം യേശു വായിച്ചിട്ടുണ്ട്. അതെന്താ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു. അതേ പറഞ്ഞു, വാക്യം വായിക്കുമ്പോൾ മഹാരാജാവിൻ്റെ ഗ്രന്ഥമാണ് വായിക്കുന്നത്. ഉത്തമ ബോധ്യത്തോടെ വായിക്കണം. ആമേൻ. 100 കണക്കിന് വിദ്യാർത്ഥികളെ വേദവചനം പഠിപ്പിക്കാനൊരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ അവരോട് കൃത്യമായി പറയും, തിരുവെഴുത്ത് വായിക്കുമ്പോൾ തിരുവെഴുത്തിൽ നിൽക്കണം നിങ്ങൾ. ആമേൻ. ഒറ്റ ചോദ്യമുള്ളൂ, അതെന്താണ് ആ വാക്ക്? സബ്ജക്റ്റ് എന്താ നോക്കി നിങ്ങൾ. യെശയ്യാവ് 61-ന്റെ 1-ൽ ഇല്ലാത്ത കാര്യം 4-ന്റെ-18-ലുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച. ഒന്ന് വായിച്ച എല്ലാവരും, കുരുടന്മാർക്ക് കാഴ്ച. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വിരോധികൾ പറയുന്നത് ശരിയല്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരല്ലേ നിങ്ങൾ? ബൈബിളിൽ കൂട്ടിച്ചേർക്കുന്നവരല്ലേ നിങ്ങൾ? പിന്നെ എന്തിനാ ഈ ബൈബിളും കൊണ്ട് നടക്കുന്നത്? നമുക്ക് മീറ്റിംഗ് നിർത്താം അല്ലേ? ഇല്ലാത്ത കാര്യം കൂട്ടിച്ചേർത്ത പുസ്തകമല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇങ്ങനെ ചോദിക്കുന്നവർക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ആരാധനാലയങ്ങളിൽ കുറഞ്ഞു പോകുന്നു? ഇതുപോലുള്ള ചോദ്യങ്ങളാണ് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. തക്കതായ മറുപടി കൊടുത്തേ പറ്റൂ എന്ന് ഉത്തരവാദിത്വ ബോധമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമുക്ക് എബ്രായ ബൈബിൾ, പ്രൈസ് ഗോഡ്, അതിൽ നിന്ന് മനസ്സിലാക്കാം. 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ എബ്രായ ബൈബിളിൽ ഒരു വാക്കുണ്ട്. ഞാൻ വാക്ക് പറയാം, നിങ്ങൾ ഒന്നിച്ച് എൻ്റെ കൂടെ പറയണം. പെക്കക്കൊക്ക്. പോരാ, പെക്കക്കൊക്ക്. എല്ലാവരും പറഞ്ഞോ? ഒന്നുകൂടെ. 5 വിധ അർത്ഥ തലങ്ങളുള്ള സൂപ്പർ വാക്കാണത്. ഡിക്ഷണറി, എബ്രായ ഡിക്ഷണറികൾ കയ്യിലെടുത്താൽ അതിനാദ്യത്തെ അർത്ഥം ഓപ്പണിംഗ് ഐസ് എന്ന. അതാ എൻ്റെ യേശു വായിച്ചത്. ഒരു തെറ്റും ബൈബിളിലില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കുഞ്ഞു ഉപദേശിയാണ് ഞാൻ.
സന്തോഷമുള്ളവർ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാൽ. ഒരു തെറ്റും ബൈബിളിലില്ലെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? മഹാരാജാവിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുപോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കൊരു വാക്കൊന്ന് പറയാം, ഓപ്പണിംഗ് ഐസ്. ഒന്ന് പറഞ്ഞെല്ലാവരും, കണ്ണുകൾ തുറക്കുക. ഇന്ന് ഒരു ഓപ്പണിംഗ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് തരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ നിങ്ങൾ. അത് ഏത് വിഷയത്തിലാണ് ഓപ്പണിംഗ് നൽകേണ്ടത്? ഒന്ന് പറഞ്ഞേ, ഏത് വിഷയത്തിൽ? നിങ്ങൾ ദൈവത്തോടാണ് പറയേണ്ടത്, എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കിയേ, ഏത് വിഷയത്തിലാണ് ഒരു ഓപ്പണിംഗ് ലഭിക്കേണ്ടത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷയം. ഒരു അച്ചായൻ്റെ വിഷമം പറഞ്ഞു അല്ലേ, അത് കനത്ത സങ്കടമാണ്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായേ പറ്റൂ അച്ചായന്. എൻ്റെ ചോദ്യം, എൻ്റെ ദൈവം ആ സങ്കടത്തിന് മറുപടി നൽകുമോ? അഭിഷേകത്താൽ മറുപടി നൽകുന്ന ദൈവം ഇവിടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നേ. ഞാനുണ്ട്. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ യേശു ഇവിടെ ഉണ്ട്. എൻ്റെ കർത്താവ് ഒരു ഓപ്പണിംഗ് നൽകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നല്ലൊരു ഹല്ലേലൂയ പറയാം അല്ലേ. പള്ളിക്കൂടത്തിൽ നിന്ന് വനം സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകല്ലോ, എക്സ്കർഷൻ കൊണ്ടുപോയില്ലേ? ആ കൂട്ടത്തിൽ ഒരു പള്ളിക്കൂടത്തിൽ നിന്ന് ഒരു ബസ് നിറയെ കുട്ടികളെ കൊണ്ടുപോയി. അധ്യാപികമാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പള്ളിക്കൂടത്തിൽ അവർ പറഞ്ഞിരുന്നു, അപ്പന്മാരും അമ്മമാരും വേണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? കൂടെ ആരും കൂടെ വേണം, രക്ഷാകർത്താക്കൾ വേണം. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം അതിലൊരു കുട്ടി പെട്ടെന്ന് അപ്പനും അമ്മേനും വിട്ട് ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഈ ഓട്ടം കൊടുത്തപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? കല്ലെടുത്ത് മുട്ടുകാലിലൊരൊറ്റ ഏറ. ഇവിടെ ഇല്ല ആരും. കറക്റ്റ് മുട്ടിന് കൊണ്ടു. തട്ട് മുട്ടിന് കൊണ്ടപ്പോൾ ഇതാ മുട്ടുകുത്തി കൊച്ച് അവിടെ കിടന്നു. ഇത് കണ്ട അമ്മ എന്താ പറഞ്ഞറിയാമോ? നിങ്ങൾക്ക് മനസ്സില്ലേ? സ്വന്തം മോനെ കല്ലെടുത്തെറിഞ്ഞ് വീഴ്ത്താനുള്ള വല്ലാത്തവനല്ലേ നിങ്ങൾ? പിന്നെ പറയണ്ടല്ലോ. സഹോദരിമാർക്ക് ചിലർക്ക് നാവിച്ചിരെ ഡേഷല്ലേ, എല്ലാവർക്കും അല്ലെങ്കിലും. ശരിക്കങ്ങ് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവളെ സഹോദരി കിടന്ന് മയക്ക് വെച്ച് പറയുന്ന സമയത്ത് ഈ അപ്പൻ ഓടി ചെന്ന് ആ കൊച്ചിനെ കോരിയെടുത്ത് കെട്ടിപ്പിടിച്ച് അവനെ സമാധാനിപ്പിക്കുക. എന്താ കാരണം? 10-15 അടി മുമ്പോട്ട് പോയാൽ 400ഓളം അടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക്, ഗർത്തത്തിലേക്ക് വീഴാൻ പോകും അവൻ. ഇവിടെ എൻ്റെ ചോദ്യം, അപ്പൻ്റെ കല്ല് ദോഷമാണോ അനുഗ്രഹമാണോ? എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റും, അപ്പൻ്റെ കല്ല് അനുഗ്രഹമാണോ ദോഷമാണോ? നമ്മുടെ ചർച്ചിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, മാധ്യമങ്ങൾ വഴി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അപ്പൻ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ 400 അടി താഴ്ചയിൽ വീണ് അവസാനിക്കാൻ അവസരം ഒരുക്കുകയല്ല. കല്ലെറിഞ്ഞെങ്കിൽ തിരിച്ചു വരികയാണ്. നിന്റെ മുട്ടിനെ കേടുവന്നിട്ടുള്ളൂ. എന്നേക്കും അവസാനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. അപ്പൊ എൻ്റെ കർത്താവ് എന്നെ തൊട്ടത് നന്നായി എന്ന് പറയുന്നവർ എത്ര പേര് ഇവിടെ ഇരിക്കുന്നു? ഒരു നല്ല ആമേൻ പറയാൻ കഴിയുമ്പോൾ കർത്താവ് എന്നെ തൊട്ടത് നന്നായി, നന്നായി, നന്നായി. ആ പോസിറ്റീവ് മൈൻഡിൽ എല്ലാവരും എന്ന് പറഞ്ഞേ, ഇറ്റ്സ് ഗുഡ് ഫോർ മീ, ഇറ്റ്സ് ഗുഡ് ഫോർ മീ. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ശക്തമായി. പ്രൈസ് ഗോഡ്. ഞാൻ അനുഭവങ്ങൾ പറയാൻ സമയമെടുക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. കുത്തിടട്ടെ. നമുക്കൊരു ചിന്ത ചെയ്യാം. ആദ്യം തന്നെ അഭിഷേകം നൽകിയവർക്ക് ഇതുപോലെയുള്ള ഏറ് കിട്ടുന്നുണ്ടോ എന്നാ ചോദ്യം. കിട്ടുന്ന പറയുന്നല്ലേ.
സതീഷ് ഉറക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വക 10 കൺഗ്രാജുലേഷൻ ഒരുമിച്ച് സതീഷിന് കൊടുക്കുക. പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ആമേൻ. അതാണ് മടിയില്ലാത്ത ഹൃദയം, അല്ലേ? നിഷ്കളങ്ക ഹൃദയമാണ്. അത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കരയുയർത്തി. അഭിഷേകം ലഭിച്ചവർക്ക് തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഒരു ഏറ് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോയോ എന്ന് എൻ്റെ ചോദ്യം. ഒരിക്കലുമില്ല. വലിയൊരു ഉദ്ധാരണമാണ്, വലിയൊരു ഡെലിവറൻസ് ആണ് അത് എന്നറിയുന്നവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡെലിവറൻസ് ഫ്രം മൈ ലോർഡ്, ഫ്രം മൈ ജീസസ്, ഫ്രം മൈ ഫാദർ, ഫ്രം മൈ ഹോളി സ്പിരിറ്റ്. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച എനിക്കത് ലാഭമായെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഇല്ലെങ്കിൽ ഒരു തരി പോലും എടുക്കാൻ കാണില്ല. 400ഓളം അടി താഴ്ചയിലേക്കുള്ള ഗർത്തത്തിൽ വീണാൽ ഒരു തരി പോലും കാണില്ല. ഇപ്പൊ ആള് കയ്യിലുണ്ടല്ലേ? ഇങ്ങോട്ട് വന്നേ മോന്, ഇപ്പുറത്തേക്ക് വരണേ. ഇവനെ കണ്ടാൽ എൻ്റെ ഒരു മുഖച്ചായി തോന്നിക്കുന്നില്ലേ? അപ്പനും അമ്മയും എന്നോട് ക്ഷമിക്കണം കേട്ടോ, മറക്കാതിരിക്കാം. മോൻ്റെ പേരെന്താ? എൻ്റെ ഇളയ മകൻ ജോഷുവയാണത്. കണ്ടോ, നിങ്ങൾ നോക്കിയാൽ ഫേസ് തോന്നിക്കുന്നില്ലേ? ഇല്ല ആൻറ്റി, കറക്റ്റ്. ആൻറ്റി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഈ കൊച്ചിനാണ് ആ ഏറ് ഞാൻ കൊടുത്തതെങ്കിൽ കൊച്ച് കരച്ചിലോട് കരച്ചില. പക്ഷേ എൻ്റെ അകത്ത് അവനെ ശിക്ഷിക്കാനുള്ള ആഗ്രഹമല്ല, രക്ഷിക്കാനുള്ള ആഗ്രഹം. ആ ചിന്തയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ കൈ ഇവൻ്റെ നേരെ നീട്ടത് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, അഥവാ നശിപ്പിക്കാൻ വേണ്ടിയല്ല. നോട്ട് ഫോർ ഡിസ്ട്രക്ഷൻ ബട്ട് ഫോർ കൺസ്ട്രക്ഷൻ. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? പണിയാൻ വേണ്ടിയാണ് തൊട്ടത് എന്നറിയുന്നവർ ഈ മീറ്റിങ്ങിൽ എത്ര പേരുണ്ട്? അഭിഷേകം ലഭിച്ചവരെല്ലാവരും പറ, എൻ്റെ ദൈവം എന്നെ പണിയാൻ വേണ്ടിയാണ് തൊട്ടത്, എന്നെ നശിപ്പിക്കാനല്ല, എൻ്റെ തരി പോലും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, എന്നെ പണിയാൻ തൊട്ടതിനാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നെന്ന് പറയാൻ, നന്ദിയോട് സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം, 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 സ്തോത്രം. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഈ കൊച്ചിൻ്റെ അമ്മയെ കൊച്ചിനെ പിടിച്ചേച്ച് അപ്പനെ പറയുന്ന വാക്കുകൾ നിങ്ങൾ നോക്കിക്കേ. എന്തൊരു ദുഷ്ടനായ അപ്പന. ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ കല്ലെറിയൂ. നമ്മളൊക്കെ ഇതുപോലെ എന്തെല്ലാമാ ദൈവത്തെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്തെല്ലാമാ പറയുന്നത്. പക്ഷെ വിശാല ഹൃദയമുള്ള നമ്മുടെ ദൈവം, മോനെ, നിന്റെ ഒരു തരി പോലും കാണാത്ത ലോകം നിന്നെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നിന്നെ വീണ്ടും ചെറിയൊരു കേടോടുകൂടെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ആ കേട് വിഷയമല്ല, നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിയിരിക്കുന്നു. ഈ ഉറപ്പുള്ളവർ മാത്രം അഭിഷേകത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകൾ കേൾക്കണം. ഹല്ലേലൂയ. ഈ ഉറപ്പുള്ളവർ മാത്രം കരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഉവ്വ്, ഇതെന്റെ നാശത്തിനല്ല, എന്നെ പണിയാനുള്ളതാണ് എന്നുറപ്പായവർ എത്ര പേരുണ്ട്? നോട്ട് ഫോർ ഡിസ്ട്രക്ഷൻ ബട്ട് ഫോർ കൺസ്ട്രക്ഷൻ. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് തിരുവഴുത്തിലേക്ക് കടക്കാം. യെശയ്യാവ് 61:1, ലൂക്കോസ് 4:18. ഈ മോനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ മോനെ ഓർമ്മയുണ്ടോ? ഇതാരുടെ മോനാ? ഇപ്പം അല്ല, പിണങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ കൊച്ചാണ്, അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ? അമ്മ പിണങ്ങാൻ നോക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെൻ്റെ കൊച്ചാണ്. ഈ ഉദാഹരണം നിങ്ങളുടെ അകത്ത് കിടക്കണം എന്നേക്കും. അതിനു വേണ്ടിയാണ് എനിക്ക് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എൻ്റെ കൊച്ചിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം തിളച്ചു മറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ കൊച്ചിനെ കല്ലെറിഞ്ഞ് വീഴ്ത്തി കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചു. എൻ്റെ കൊച്ചിനെ കുറിച്ച് ഹൃദയത്തിൽ
സ്നേഹം തിളച്ചു മറിയുന്നുണ്ടോ എൻ്റെ ഹൃദയത്തിൽ? ഉണ്ടോ? ആ തിളച്ചു പൊങ്ങുന്ന സ്നേഹത്തിലേക്ക് കണ്ണ് നടാനിടയായാൽ ഈ ആരാധന ഡെലിവറൻസിന്റെ ഘോഷയാത്രയായിരിക്കും. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മോനെ വിടട്ടെ. സ്വത്രം നല്ല വിട്ടോ. ഓക്കെ. 61:1-4-18 നമുക്ക് തുടങ്ങാം. അടുത്ത മാസം 20-ാം തീയതി ആകുമ്പോൾ അവസാനിപ്പിക്കാം ആ വാക്യം. നിങ്ങൾക്ക് മനസ്സിലായില്ല. 21 ലക്ഷ്യങ്ങളോടെയാണ് അഭിഷേകം പകരുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞ്, ഇതകത്ത് നിങ്ങളുടെ അകത്ത് ശരിക്കും തറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാ. എത്ര ലക്ഷ്യങ്ങളാണ്? 21 ലക്ഷ്യങ്ങളോടെയാണ്. ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. ഒരാൾക്ക് അഭിഷേകം ലഭിച്ചാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? അഭിഷേകം ഉണ്ട് ഇവനെ എങ്ങനെ മനസ്സിലാക്കാം? അതിൻ്റെ അടയാളം എന്താണ്? അഭിഷേകം പ്രാപിച്ചവൻ അന്യഭാഷ പറയുന്ന എല്ലാവരും പറയുന്നത്. അങ്ങനൊരു പറച്ചിലില്ലേ നമ്മുടെ ഇടയിൽ? എന്നാൽ അഭിഷേകം പ്രാപിച്ചവന്റെ അടയാളമല്ല അന്യഭാഷ. ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ആത്മസ്നാനം ലഭിച്ചതിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ. അഭിഷേകത്തിൻ്റെ അടയാളം അതല്ല, മിനിസ്ട്രിയാണ്, ശുശ്രൂഷയാണ്. ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞെല്ലാവരും. അഭിഷേകത്തിൻ്റെ അടയാളം എന്താണ്? മിനിസ്ട്രിയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, മോന്റെ പേരെന്താ കുട്ടാ? എയ്ഡൻ. വെരി ഗുഡ് പേര്. ഈ കൊച്ചിന് അഭിഷേകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനൊരു ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഉണ്ട്. അഭിഷേകം ഒരു കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനും ഒരു ശുശ്രൂഷയുണ്ട്. ഒരു വീട്ടിൽ ഒരു പിതാവ് സുഖമില്ലാതെ കിടക്കുന്നു. ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആ വീട്ടിലൊരു കൊച്ചെ അഭിഷേകം പ്രാപിച്ചവൻ അമ്മയോട് പറയാണ്, അമ്മേ പ്രാർത്ഥിച്ചാൽ മാറും. അപ്പൊ അമ്മയ്ക്ക് കലി തുള്ളി നിൽക്കുക. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത്. അപ്പൊ പോയി പ്രാർത്ഥിക്കണം മോനെ എന്ന് പറഞ്ഞു. കേട്ടില്ല, ദേഷ്യത്തില്. പാവം കൊച്ചൻ ഓടി ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച്, കർത്താവേ എൻ്റെ അപ്പന് സൗഖ്യം കൊടുക്കണേ. കേട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്നൊന്നും പറയാൻ അറിയില്ലല്ലോ. സങ്കടം അങ്ങ് പകർന്നു. കർത്താവേ എൻ്റെ അപ്പന് സൗഖ്യം കൊടുക്കണേ. 3 കാര്യങ്ങൾ എനിക്ക് അനുഭവം പറയാനുണ്ട്. ആ കൊച്ചൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ആ പനിയില്ല. ചൂടാബാല ഹസ്കജഷ്. കുഞ്ഞുങ്ങളെ ചെറുതായി കാണരുത് എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? മക്കളെ, നിങ്ങൾ ചെറുതല്ല ദൈവത്തിന്റെ മുമ്പിൽ. അറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈയടിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ തലമുറകളെ ഉപയോഗിക്കാൻ അവർക്കും അഭിഷേകം ലഭിക്കട്ടെ. അവർക്കും അഭിഷേകം ലഭിക്കട്ടെ. അഭിഷേകത്തിന്റെ ഉപയോഗം എന്താണെന്ന് 61:1 വായിച്ചു തുടങ്ങാം. ആദ്യത്തെ ലൈൻ വായിച്ചു നിർത്തുക. വായിച്ചാട്ടെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. അഭിഷേകം ചെയ്ത് എന്തിനു വേണ്ടി? സദ്വർത്താനം ഘോഷിപ്പാൻ. ഒന്ന് പറഞ്ഞ്, സദ്വർത്തമാനം. അത് ലൂക്കോസിൽ എങ്ങനെയാ പറയുന്നത്? വായിച്ച്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം മതി. ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് അഭിഷേകം തന്നിരിക്കുന്നത്? സുവിശേഷം പറയാൻ. ആരോടൊക്കെയാണ് സുവിശേഷം പറയേണ്ടത് ഞാൻ പിന്നെ പറയാം. നമ്മൾ ഒന്നിച്ചെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് അഭിഷേകം തന്നിരിക്കുന്നത്? കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ഇന്ന് എത്ര ഡേറ്റ്? ഓർക്ക പറഞ്ഞ്, ഓഗസ്റ്റ് 2 വരെ അഭിഷേകം ഉപയോഗിച്ച, സുവിശേഷം പറയാൻ അഭിഷേകം ഉപയോഗമായ എത്ര വ്യക്തികൾ ഈ മീറ്റിങ്ങിലുണ്ട്? ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. നന്നായി മനസ്സിലാക്കണം. അഭിഷേകം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? മോളുടെ പേരെന്താ മോളെ? VIN
WINNY, വിനി. അപ്പോൾ വിനിയോട് ഞാൻ ചോദിക്കുകയാണ്, ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 2 വരെ ദൈവം തന്ന അഭിഷേകം സുവിശേഷം പറയുന്നതിന് ഉപയോഗമായിട്ടുണ്ടോന്നാ നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാവരോടും. ഇല്ലെങ്കിൽ മറുപടി പറയാൻ തയ്യാറാവണം. ആദ്യം പറഞ്ഞിരിക്കുന്നതാ, സഭയിൽ വന്ന് ആത്മനിറവിൽ അന്യഭാഷയിൽ ആരാധിച്ചു കഴിയുമ്പോഴേക്കും അഭിഷേകം ഉപയോഗമായി എന്ന് പറഞ്ഞ് സംതൃപ്തരാകുന്നത് വലിയ അപകടമാണ്. വലിയ അപകടമാണ്. കാരണം 850 കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ അവരുടെ അടുക്കൽ എത്തേണ്ട സന്ദേശം എന്താ? സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വന്നതിന്റെ പരമലക്ഷ്യമായിരുന്നു. ചെന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി തൃശ്ശൂർ. അപ്പം എനിക്ക് അന്ന് വണ്ടി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോക്കാരൻ ചോദിച്ചു എവിടേക്കാണ്? ഞാൻ ഇന്നടത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൊത്തം കവർ ചെയ്തിരിക്കുക, തണുത്തിട്ട് വിറച്ച് കവർ ചെയ്തിരിക്കുക. അവൻ എന്നെ അറിയാം, പക്ഷെ അവൻ എന്നെ മനസ്സിലായില്ല. അപ്പം എനിക്ക് അവനൊരു ട്രാക്റ്റ് തന്നു. ഗോപകുമാറിന് മനസ്സിലായി. ഒരു ട്രാക്റ്റ് തന്നിട്ട്, സാറേ ഇത് പറ്റുമെങ്കിൽ വീട്ടിൽ ചെല്ലുമെന്ന് വായിച്ചു നോക്കണേ. ഓട്ടോറിക്ഷയിലെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരിക, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. ഓ, എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന കുതൂഹലം, സന്തോഷത്തിൻ്റെ തിര ചെറുതല്ല. എത്ര പേർക്ക് അഭിമാനത്തോടെ അഭിഷേകം ലഭിച്ചതിൻ്റെ പാരമ്യമായ ലക്ഷ്യം നിറവേറ്റാൻ താല്പര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിടുതലെന്നറിയുന്നവർ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ ആമേൻ. ഇന്ന് മുതലെങ്കിലും അഭിഷേകത്തിന്റെ പരമലക്ഷ്യമായ സുവിശേഷീകരണം, ഇവാഞ്ചലൈസേഷൻ നടത്തുന്നതിൽ ഒന്നാമൻ ഞാനായിരിക്കുന്നു പറയാൻ എത്ര പേർക്ക് പറ്റും? ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ പറ്റുമോ? ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. കണ്ണടച്ചാട്ടെ, ദയവായി കണ്ണടച്ചാട്ടെ. ഒന്ന് കരം ഉയർത്തിയാട്ടെ. ഞാൻ പാസ്റ്ററോട് ചോദിച്ചത് മറ്റൊന്നുമല്ല, ഇവിടെ ഏകദേശം എത്ര വിശ്വാസികൾ കാണും? ഏകദേശം 400ഓളം വിശ്വാസികളുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ തലകൾ വണക്കണം. ഇനി ഒരാള് ഒരു കൊല്ലം കൊണ്ട് ലഭിച്ച അഭിഷേകം ഉപയോഗിച്ച് സുവിശേഷം പറഞ്ഞാൽ ഒരാളെ നേടുകയാണെങ്കിൽ, ഒരു കൊല്ലം പറഞ്ഞിട്ട് ഒരാളെ നേടുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് എത്ര ആളെ നേടും? സതീഷ് ഒന്ന് പറയാൻ പറ്റുമോ? ആരൊന്നുമില്ലേ ഇവിടെ? കമ്പ്യൂട്ടർ വിദഗ്ധന്മാരില്ലേ നിങ്ങളെല്ലാവരും? ഒരു വർഷം ഒരാളെ നേടി. അപ്പം 400 പേരുണ്ടെങ്കിൽ 400 കൊല്ലം ഇപ്പം നേടിക്കഴിഞ്ഞു. അവസാനിച്ചെന്ന് വിചാരിക്കുക. കഴിഞ്ഞ വർഷം നമ്മളെടുത്തു, 400 കൊല്ലം നേടിക്കഴിഞ്ഞു. അപ്പം ഇപ്പോൾ എത്രയായി? 800 അടുത്ത കൊല്ലം 800 പേര് സുവിശേഷം പറയാൻ തുടങ്ങിയാൽ 800 പേരെ നേടി. അപ്പം എത്രയായി? 1600. നമുക്ക് 1500 പിടിക്കുക എളുപ്പത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ 1500ഉം 1500ഉം 3000 ഒരു വർഷം ഒരാള് സുവിശേഷം പറഞ്ഞ് ഒരാളെ നേടിയാൽ മതി. അപ്പം ഇപ്പം എത്രയായി? 3000. അടുത്ത വർഷം എത്രയായി? 6000. അടുത്ത വർഷം 12000. അടുത്ത വർഷം 24000. അടുത്ത വർഷം. അങ്ങനെയാണെങ്കിൽ ആ 10 കൊല്ലം ഒന്ന് എണ്ണീട്ട് നമ്മൾ പോകുന്നുള്ളൂ ഇവിടുന്ന്. ആദ്യം മുതലേ നമുക്കൊന്ന് എണ്ണല്ല. ഗോകുമാർ എണ്ണണേ, സതീഷൊക്കെ എണ്ണണം കേട്ടോ. നിങ്ങൾ ഒന്നാമത്തെ കൊല്ലം നമുക്കിവിടെ എത്ര പേരുണ്ട്? ഇപ്പം 400. 2 സർവീസ് 400. ഈ ഒരു കൊല്ലം കൊണ്ട് 400 പേരെ നേടിയ രണ്ടാമത്തെ കൊല്ലത്തിൽ നമ്മൾ എത്ര പേര് ആയി? 800 പേരെ. 800 പേര് രണ്ടാം കൊല്ലം നേടിയാൽ അപ്പം എത്രയായി?
1600 മൂന്നാം കൊല്ലാകുമ്പോൾ 3200, 4 6400, 5 12800, 6 5000 പറയ് 25,000 പിടിച്ചോളൂ. അടുത്ത വർഷം എത്രാമത്തെ വർഷം? എത്രാമത്തെ വർഷമാണ്? 5-ാമത്തെ വർഷം. എത്ര പേരായി? 6-ാമത്തെ വർഷം, 7-ാമത്തെ വർഷം, 8-ാമത്തെ വർഷം പറയ്. 9-ാമത്തെ വർഷം, 10-ാമത്തെ വർഷം. 16 ലക്ഷം ആത്മാക്കളെ നേടാൻ സാധ്യതയുള്ള ചർച്ചാണ് പ്ലാമൂട് AG ചർച്ച്. എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കും. ഗൗരവമായി ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അഭിഷേകം ലഭിച്ചത് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് പരമലക്ഷ്യമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ നമ്മൾ വരുമ്പോൾ പറയുന്നത് എന്താ? എൻ്റെ വിടുതൽ നടക്കണം, ഞങ്ങളുടെ വിടുതൽ നടക്കണം. അതൊന്നും തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ പരമലക്ഷ്യം ആത്മാക്കളെ നേടുന്നതാണെന്ന് അറിയുന്നവർ ആ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ശക്തമായൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നമുക്ക്? ഇന്നെങ്കിലും ഈ ഒരു വലിയ കുറവ് നികത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉത്തമ ബോധ്യത്തിൽ കരമുയർത്താൻ എത്ര പേർക്ക് പറ്റും? ഉത്തമ ബോധ്യത്തിൽ, കർത്താവേ, വി ആർ റെഡി. സുവിശേഷം അറിയിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ. എത്ര പേരുണ്ട്? ആ പാട്ട് മുഴുവൻ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള പാട്ടാണ്. അഭികാമ്യമായ ഏറ്റവും വിലപ്പെട്ട മൂല്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ചർച്ചകളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകളടയ്ക്കാണ്. വലിയ നഷ്ടം വരുത്തുന്നത് നമ്മളാണ്. അഭിഷേകം ലഭിച്ചവർ വലിയ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ആ നഷ്ടത്തെ ഇഷ്ടനായവന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇഷ്ടനായ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ കയറി വരികയാണ്. ഇനി ആത്മാക്കളെ നേടിയേ പറ്റൂ. നേടുവാൻ എന്നാലാവോളം ഞാൻ ദൈവവചനം പറയും, സാക്ഷ്യം പറയും എന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈ കൂപ്പിയോ കൈ മലർത്തിയോ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. Pray to God. Pray to God. Rudabala haskayesh. Shamdal kraundala bagada bagada bagadal kayesh. ശരീരത്തിന്റെ വിടുതലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നവരാണ് ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്. അത് വേണം, നിശ്ചയമായിട്ടും വേണം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ആത്മാക്കളുടെ വിടുതലാണ് വേണ്ടതെന്ന് ചിന്തിക്കുന്നവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഡെലിവറൻസ് ഓഫ് സ്പിരിറ്റ്സ് എന്ന തത്വമാണ് അഭിഷേകത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. ഒന്ന് എഴുതി വെക്കാമോ എല്ലാവരും? ഒന്ന് പറയാമോ എൻ്റെ കൂടെ? ഡെലിവറൻസ് ഓഫ് സ്പിരിറ്റ്സ്. ഒന്ന് പറഞ്ഞേ. ആത്മാക്കളുടെ വിടുതലാണ് ഏറ്റവും വലിയതെന്ന് അറിയുന്നവർ ഇനി നിങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അത് നഷ്ടമാക്കി കർത്താവ് ഞങ്ങൾ തിരിച്ചു വരുന്നു. പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് നോക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് പ്രാർത്ഥനയുമായി ചെല്ലുന്നവർ എത്ര പേരുണ്ടെന്ന് കർത്താവ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്പിരിച്വൽ ബേർഡൻ ഉള്ളവർ എത്ര പേരുണ്ട്? ഒരാത്മാവിനെ നേടാനുള്ള ഭാരമുള്ളവർ എത്ര പേരുണ്ട്? അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് ആരാധിച്ച് പറഞ്ഞു, യെസ്, ഇറ്റ് ഈസ് നീഡ് ഫോർ മീ, ഇറ്റ് ഈസ് നീഡ് ഫോർ ചർച്ച്,
It is need for India. Ora bala 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 bachiyarish. Shamdal proundal abagada bagadash. ക്യാൻസർ മാറും എന്ന് പറയുമ്പോഴുള്ള കയ്യടിയും സുവിശേഷം പറയണം എന്ന് പറയുമ്പോഴുള്ള കയ്യടിയും തമ്മിൽ വ്യത്യാസം കാണുന്നു. പരമമായതിനെ ചെറുതായി കാണുക, ഏറ്റവും വലിയ ലക്ഷ്യത്തെ ചെറുതായി കാണുക. അപകടം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അപകടം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എക്സ്ട്രീം ആയതിനെ ഏറ്റവും താഴെത്തട്ടിൽ കാണുക, താഴെത്തട്ടിലുള്ളതിനെ ഏറ്റവും എക്സ്ട്രീമായി കാണുക. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രം കൂടിയാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? നോയിമേറ്റ, മെത്തോഡിയ എന്ന 2 വാക്കാണ് പൗലോസ് തന്ത്രങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നത്, പിശാചിന്റെ തന്ത്രം ശരീരത്തിന്റെ സൗഖ്യം പറയുക. ചോദ്യം, ശരീരത്തിന്റെ സൗഖ്യമില്ലാതെ ഒരാൾ മരിച്ചാൽ സ്വർഗത്തിൽ പോവില്ലേ? ശരീരത്തിന് രോഗം വന്നു, രോഗത്തിൽ മരിച്ചു, അതുകൊണ്ട് സ്വർഗത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. ആ രോഗത്തിൽ ദൈവത്തെ തള്ളി പറയാതെ ഉയർത്തിയതിനാൽ പ്രതിഫലം കൂടുതൽ കിട്ടുകയാണ്. ആമേൻ. അപ്പൊ വിലയേറിയതിനെ കണ്ടുകൊണ്ട് ഉറക്കെ പറയണം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ആത്മഭാരമുള്ളവരായി. ഒന്ന് പറഞ്ഞേ, അഭിഷേകത്താൽ ആത്മാക്കളെ നേടാൻ ഇന്നു മുതൽ എൻ്റെ ഹൃദയം വിട്ടുകൊടുക്കുകയാണ് കർത്താവ്. അതങ്ങനെ തന്നെ യേശുവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്തവർ ഒരു കരം ഉയർത്തി ഒരു 2-3 സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാണ്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കും മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് മരണം വരെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, മരണം വരെ ആവശ്യമുള്ളതുകൊണ്ടാണ്. ഓട്ടോറിക്ഷക്കാരൻ എനിക്ക് ഇത് തന്നു, ട്രാക്ട് തന്നു. എനിക്ക് അവനെ അറിയാം, പക്ഷെ അവൻ എന്നെ അറിയാമെങ്കിലും മനസ്സിലായില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ വീട്? ഇന്നടത്ത. മാർക്കറ്റിൽ ജോലിയായിരുന്നോ? മാർക്കറ്റിലെ ഗുണ്ടയായിരുന്നവൻ. തൃശ്ശൂർ മാർക്കറ്റിൽ ഏറ്റവും അറിയപ്പെട്ട ഗുണ്ടയായിരുന്നവൻ. അവനോട് നമ്മുടെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞ് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഉടനെയോട്, സാറിന് എങ്ങനെ എന്നെ അറിയാം? എൻ്റെ പൊന്നുമോനെ, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നിനക്ക് എന്നെ മനസ്സിലായില്ല, എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല. ഇനി പേര് പറയുമ്പോൾ നിനക്ക് മനസ്സിലാകും. പേര് പറഞ്ഞ വശം വണ്ടി നിർത്തി ഇറങ്ങി എന്നെ കെട്ടിപ്പിടിക്കുക. എനിക്ക് അവൻ്റെ ത്വര കണ്ടപ്പോൾ, ആത്മഭാരം കണ്ടപ്പോൾ സന്തോഷം വളരെയേറെയായി. ഇന്നും ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുക, ഇന്നും ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. നമ്മൾ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് കൊത്തിടുകയാണ്. ഇത് വിലപ്പെട്ട ഒരു റിവാർഡ് വാങ്ങിക്കാൻ, അവാർഡ് വാങ്ങിക്കാനുള്ള ലക്ഷ്യമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആത്മാക്കളെ നേടുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന കാര്യം അറിയുന്നവർ എത്ര പേരുണ്ട്? അത് റിവാർഡ് ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റുമോ? നമുക്ക് ശക്തമായൊരു ഹല്ലേലൂയ പറയാമോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇന്ന് കിടക്കാം. എടുത്താട്ടെ. സ്തോത്രം. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിക്കെട്ടുവാൻ. രണ്ടാമത്തെ പോയിന്റ്, അഭിഷേകം നമുക്ക് നൽകുന്നത് തകർന്ന ഹൃദയങ്ങളുടെ സ്ഥിതി ഒന്ന് കെട്ടണം, മുറിവൊന്ന് കെട്ടണം. ഒരു ചോദ്യം ഇവിടെ നമുക്ക് തന്നെ ചോദിക്കാം, അല്ലേ? മുറിക്കുന്നവരുണ്ട്, മുറിവ് കെട്ടുന്നവരുണ്ട്. നമ്മളെല്ലാം ഒരു വാക്കുകൊണ്ടെങ്കിലും നല്ല ആക്കത്തിൽ തോക്ക് പോലെ ഉപയോഗിച്ച് സൂപ്പറായിട്ട് മുറിച്ചവരാ. ആ സാക്ഷ്യം പറയുമ്പോൾ കേട്ടില്ല. സാക്ഷ്യം പറയുന്ന സമയത്ത് എന്നെ ടൺ കണക്കിന് അങ്ങോട്ട് അയക്കുന്നതെന്നറിയാമോ? ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത് മുറിക്കലല്ല, മുറിവ് കെട്ടലാണ്. ഒരു ആമേൻ പറയാൻ കഴിയുമോ?
18ഓളം പ്രയോഗങ്ങൾ മുറിവിനെ കുറിച്ച് ബൈബിളിലുണ്ട്. 12 തരം മുറിവുകളാണ്. അത് 3 ഗ്രൂപ്പിൽപ്പെട്ടതാ. 1 ശാരീരിക മുറിവുകൾ, 2 മാനസിക മുറിവുകൾ, 3 പ്രാവചനിക മുറിവുകൾ. ഇത് 3ഉം കെട്ടാനാണ് അഭിഷേകം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നമുക്കൊന്ന് തുടങ്ങാം. ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞേ ഇപ്പോഴും നിൽക്കില്ലേ കാര്യമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് തുടങ്ങാം. ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചെല്ലാവരും. ജോബ് 34:6. ലംഘനമില്ലാഞ്ഞിട്ടും എന്റെ മുറിവ് പൊറുക്കുന്നില്ല. ഈ എന്റെ എന്ന് പറഞ്ഞത് ആരാ? ഇയ്യോബ അല്ലേ? അപ്പൊ ഇയ്യോബിന്റെ മുറിവ് ഒന്ന് വായിച്ച മോളെ, ഒന്ന് വായിച്ചു നോക്കി. അങ്ങനെ ലംഘനമില്ലാഞ്ഞിട്ടും ഇയ്യോബിന്റെ മുറിവ് പൊറുക്കുന്നില്ല. മതി. അതൊന്ന് എല്ലാവരും പറഞ്ഞേ. ആ വാക്ക് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നാ? പാപം ചെയ്യാഞ്ഞിട്ടും മുറിവേറ്റു. പാപരഹിത മുറിവ്, ലംഘനമില്ലാത്ത മുറിവ്. ഈ അറിവ് എത്ര പേർക്കുണ്ട്? തെറ്റ് ചെയ്യാതെയും മുറിവ് ഏൽക്കുന്നവരുണ്ട്, പാപം ചെയ്യാതെയും മുറിവേൽക്കുന്നവരുണ്ട്. അത് പ്രിസംഷ്വസ് റൂട്ടാണത്, സെയ്ദിന്റെ റൂട്ടാണ്. 5 വിധ വീക്ഷണം അതിന് ബൈബിളിൽ. ഞാൻ മനഃശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ബൈബിളിൽ ഒരു മനഃശാസ്ത്രം എഴുതിയാലോ. ഒരു വിവരവും ഇല്ല, ഇപ്പോഴും വിവരമില്ലല്ലോ. എങ്ങനെ എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ബൈബിളിലെ മനഃശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിടികിട്ടിയത് ലോക മനഃശാസ്ത്രത്തെക്കാൾ ഏറ്റവും ടോപ്പ് മനഃശാസ്ത്രം കേൾക്കുന്നത് ബൈബിളിലാണ്. സ്തോത്രം. ഒരേ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. എത്ര മുറിവുകൾ അഭിഷേകത്താൽ കെട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര മുറിവുകൾ അഭിഷേകം ഉള്ളപ്പോൾ തന്നെ വരുത്താൻ സാധിച്ചിട്ടുണ്ട്? ഇന്നലത്തെ അത്രയും അന്യഭാഷ വരാതിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, ഇതിവിടെ അത്യാവശ്യ സന്ദേശമാണെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? നമുക്ക് ആ വാക്കൊന്ന് പറയാം. പാപരഹിത മുറിവ് ഒന്ന് പറഞ്ഞെല്ലാവരും. പോരാ, ലംഘനം ഇല്ലാത്ത മുറിവ് ഒന്ന് പറയൂ. ആ മുറിവും അഭിഷേകം കെട്ടുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒരു അധ്യാപകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അധ്യാപക വൃത്തിയിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു മെഡൽ കിട്ടി. അദ്ദേഹം നന്നായി പഠിപ്പിച്ചതിൻ്റെ പേരിൽ. ആ പള്ളിക്കൂടത്തിലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം കയറിയ ഒരുത്തനെ കണ്ണിൽ ഡാഷ് കയറി. അറിയാമല്ലോ അത്. കറക്റ്റ്. അസൂയ എന്ന കരട് കയറിയിരിക്കുക. അത് ചിലർ ഇരിപ്പ് കണ്ടാൽ അറിയാം അവൻ്റെ അനിയന്മാരും അനിയത്തിമാരൊക്കെ കൂടി ഉണ്ടെന്ന്. ആമേൻ. അത് കയറിയതിൻ്റെ പേരിൽ അടുത്ത കൊല്ലം അവൻ ഒരു നിലയിലും ഒരു അവാർഡും മേടിക്കേണ്ട, റിവാർഡും മേടിക്കേണ്ട, അവനെ തല കുത്തിച്ചേ പറ്റൂന്ന് വിചാരിച്ച് തുടങ്ങിയ യുദ്ധം. ഈ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പാപരഹിത മുറിവ് ജോലി സ്ഥലത്തു നിന്നും, ഭവനങ്ങളിൽ നിന്നും, വിശ്വാസികളുടെ ഇടയിൽ നിന്നും, നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നും, പോലീസുകാരുടെ ഇടയിൽ നിന്നും, വിവിധ തലങ്ങളിൽ നിന്നും വരാം. ധൈര്യമായി എഴുതി വെക്ക്. പാപമില്ലാത്ത മുറിവുണ്ടെങ്കിൽ അഭിഷേകം അത് കെട്ടുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയാം ഇയ്യോബിന്റെ തൊഴുത്ത് എത്ര മൃഗങ്ങൾ നിൽക്കുന്നതാണെന്നല്ലേ? ഒന്ന് പറഞ്ഞ മക്കളെ, എത്ര മൃഗങ്ങളുണ്ട് അതില്? ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ടേ ഇല്ലേ? എൻ്റെ ദൈവമേ, 1-ാം അധ്യായം എടുത്ത് ഒന്ന് വായിച്ച മോളെ. 1-ാം അധ്യായത്തിൽ ആ മൃഗങ്ങളുടെ അത് എഴുതിയിരിക്കുന്നത്, എണ്ണം എഴുതിയിരിക്കുന്നത്. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയും മതി. അപ്പൊ എത്ര മൃഗമായി? എത്ര എന്ന് പറഞ്ഞാൽ മതി. കൂട്ടി നോക്കാൻ അറിയില്ലേ? പ്ലസ് അറിയില്ലേ? എത്ര? 10500 അല്ല അശ്വതി,
11,000 അല്ല, ഏർ കാളാന്ന് പറഞ്ഞാൽ 1000 കാളാന്നാ. അപ്പൊ 11,500 മൃഗമുണ്ട്. 11,500 അനിമൽസ് നിൽക്കുന്ന ഒരു തൊഴുത്തുനിന്ന് വരയ്ക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ആമേൻ. ഞാൻ വെറുതെ ഒന്ന് വരച്ചു നോക്കി, വിവരമൊന്നും അറിയില്ല, കണക്കൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ തന്നെ കണക്കൂട്ടി 11.25 കിലോമീറ്റർ നീളം വരും. സതീഷ് ചിന്തിച്ച് ഇപ്പൊ വീഴുന്ന എനിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് തുറന്ന് ചോദിക്കട്ടെ, 3 അറ്റാക്ക് വന്നതോടെ 11,500 മൃഗം. അന്നത്തെ മൃഗം ഇന്നത്തെ വില എത്രയാ? ഞാൻ പത്രത്തിൽ പത്രാധിപരായ സമയത്ത് ആ മൃഗത്തിന്റെ വില അന്ന് ഞാൻ എഴുതിയിരുന്നു. 1,42,00,000 രൂപ വരും. 1,42,00,000 ഇരുപതിനായി. ഇതിപ്പോ കൂടി കാണും. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, 1,42,20,000 രൂപയുടെ മൃഗങ്ങൾ 3 അറ്റാക്കിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ ചത്തു വീണാൽ അടുത്ത ഞായറാഴ്ച പ്ലാമൂഡ് ഏജിയിൽ എത്ര പേര് കാണും? ഇവിടെയാണ് അഭിഷേകം ഉണ്ടോന്ന് അറിയുന്നത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. വെറുതെ ഏതെങ്കിലും ഒരു ചെറിയ ഫ്ലൂ, ഒരു കൊച്ച് അകത്തങ്ങോട്ട് കയറിയാൽ, ഫ്ലൂവിൻ്റെ ഒരു കുഞ്ഞകത്ത് കയറിയാൽ പാസ്റ്റ് വിളിച്ചു പറയും വലിയ പനിയാണ് പാസ്റ്റ് എന്ന്. കള്ള പറയുന്നത്. നിങ്ങളൊന്നും പറയാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ മുഖത്തൊക്കെ വലിയ മ്ലാനത ഇല്ലാതിരിക്കുന്നേ? അതോ ഇത് പറഞ്ഞപ്പോൾ വിഷമമുണ്ടോ? പാസ്റ്റ് ഇവിടെ ഇരിക്കണ്ടോ? പാസ്റ്റ് കുറച്ചായിട്ടുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കള്ളം പറഞ്ഞ് തള്ളു നടത്തുന്ന പരിപാടി നിർത്തണം. ചുട്ടാപാല ഹസ്കജഷ്. എത്ര പേർക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചിന്തിക്കാൻ? 1,42,20,000 രൂപയുടെ 11,500 മൃഗങ്ങൾ 11.25 കിലോമീറ്റർ നീളമുള്ള തൊഴുത്തിൽ കാലിയായി തീർന്നപ്പോൾ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ആരാധന തളയ്ക്കാൻ ഇതിനെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് ബൈബിൾ എഴുതാത്ത കാലത്ത് ഇയ്യോബ് തെളിയിച്ചെങ്കിൽ, 66 ഗ്രന്ഥങ്ങളും കയ്യിലുള്ള നമുക്ക് നമ്മുടെ കഷ്ടതയിൽ ഇതൊന്നും തളയ്ക്കാൻ പറ്റില്ല. എന്റെ ആരാധന തളയ്ക്കാൻ ഇതിന് ആരോഗ്യമില്ലെന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു ചെറിയ കഷ്ടത വരുമ്പോഴേക്കും, ഒരു ചെറിയ നിന്ന വരുമ്പോഴേക്കും ഇറങ്ങിപ്പോവുക അടുത്ത ചർച്ചിലേക്ക്. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും അടുത്ത സെന്ററിലേക്ക് നോക്കുക. എത്ര വഷളായ മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇന്ന് പകലിൽ എത്ര പേർക്ക് ധൈര്യമായി പറയാം, എൻ്റെ മുമ്പിൽ വരുന്ന കഷ്ടതകൾ നോക്കിയിട്ട് പറയണം, പാപരഹിത മുറിവ് ഉണ്ടായ ഇയ്യോബ് ഇത്രയും സംഭവങ്ങൾ വന്നിട്ടും അവൻ പറഞ്ഞത് എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ ഒരു വലിയ കാഴ്ചപ്പാടകത്ത് വരാൻ ഇന്ന് രാവിലെ ഹൃദയം അനുവദിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു ഹല്ലേലി ഉറക്കെ പറയാൻ പറ്റുമോ? ശരീര സൗഖ്യം ഉണ്ടായാൽ കുറച്ച് നേരത്തേക്കുള്ളൂ. എന്നാൽ ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ മരണം വരെയാണ് വിടുതൽ. മരണം വരെയാണ് വിടുതൽ. ആ വലുപ്പത്തിലേക്ക് വരുന്നവരെല്ലാം കൈയടിച്ച ദൈവത്തെ ആരാധിക്കേണ്ടത്. മരണം വരെയുള്ള വലിയ വിടുതലാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് വീട് നഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, 10 പിള്ളേരും ശവപ്പെട്ടിയിലായി. എന്നിട്ടും പുള്ളിക്ക് പറയാനുള്ളത് എന്താ? ദൈവത്തെ ഞാൻ ആരാധിക്കും. ഐ വിൽ വർഷിപ്പ് ഹിം. പറയാൻ സന്തോഷമുണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഈ വർഷത്തെ എൻ്റെ നഷ്ടങ്ങളിൽ, ഈ വർഷത്തിൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ വീട് വിട്ടുപോകുകയോ സഭ വിട്ടുപോകുകയോ അടുത്ത സഭ അന്വേഷിക്കുകയോ അല്ല ചെയ്യുന്നേ. എന്നെ ഇവിടെ ഒരുത്തൻ നിന്ദിച്ചതിന് പേര് ഇനി ഇവിടെ വരില്ല എന്നല്ല തീരുമാനം. അവിടെയെല്ലാം എൻ്റെ ദൈവത്തെ ആരാധിച്ച് ഉയർത്തുമെന്ന് ഉറച്ചു തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ
ശക്തമായി പറ. ഇതിനൊക്കെ അതിജീവിക്കുന്ന അഭിഷേകം, ഇതിനെയല്ല അതിജീവിക്കുന്ന അഭിഷേകം, ഇതിനെയല്ല അതിജീവിക്കുന്ന അഭിഷേകം. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാം. നമ്മുടെ ഇയ്യോബിനെ എന്തെങ്കിലും വിടുതലുണ്ടായോ? എടുക്കാം. 38 അധ്യായം എടുത്ത് നിങ്ങൾ എല്ലാവരും അതിന്റെ 1-2 വാക്യങ്ങൾ ആദ്യം വായിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണം. ഇനി അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവരിവനാണ്. ആ വാക്കൊന്ന് പറഞ്ഞേ. അറിവില്ലാത്ത, അതൊന്ന് വായിച്ചു പോണം. ഒന്നിച്ച് എല്ലാവരും വായിച്ച്. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവരിവനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാക്കുന്നത് ആരാ? ഒന്ന് പറഞ്ഞേ. പിശാച് ഇരുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. അത് കേട്ടില്ലേ നിങ്ങളല്ലേ? ഇവിടെ പറയുന്നത് അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ഇരുട്ടുണ്ടാക്കുക. ഒന്ന് പറഞ്ഞെല്ലാവരും. അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ഇരുട്ടുണ്ടാക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇതാരാ ചെയ്തേ? എടുക്ക് 42-ാം അധ്യായം. നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം. അതിന് 1 മുതൽ വായിക്കണം. അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ഇരുട്ടുണ്ടാക്കിയത് ആരാണ്? അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരിവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയ. ആരാണ് അറിവില്ലാത്ത വാക്കുകളിൽ ഇരുട്ടുണ്ടാക്കിയത്? പാപം ചെയ്യാത്ത, പാപരഹിത മുറിവനുഭവിക്കുന്ന, അളവിൽ അധികമായി മുറിവനുഭവിക്കുന്ന, ബൈബിളിൽ ഒരു പേജ് പോലും എഴുതി തീരാത്ത, ഒരു പേജ് പോലും എഴുതി തീരാത്ത സമയത്ത്, ആശ്വാസം തിരുവഴുത്തിൽ നിന്ന് കിട്ടാത്ത കാലത്ത് പറയുകയാണ്, അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ഞാൻ ദൈവമേ പറഞ്ഞുപോയി, ക്ഷമിക്കണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ ഇടപാടുകളിൽ ഇരുട്ട് കയറുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടും കൂടിയാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് വാക്കുകളൊന്ന് ചേഞ്ച് ചെയ്യാൻ ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? വൊക്കാബുലറി മാറ്റം വരുത്താൻ താല്പര്യമുള്ളവർ കൈയൊന്ന് ഉയർത്തി. എൻ്റെ വൊക്കാബുലറിക്ക് മാറ്റം വരുത്തണം. ഇരുട്ടുണ്ടാക്കുന്ന ഒരു വൊക്കാബുലറി ഇനി ഞാൻ പറയാൻ തയ്യാറല്ല എന്നുള്ളവർ മാത്രം ഒന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. അന്ധകാരത്തിന്റെ ചങ്ങലയെ വീട്ടിൽ കൊണ്ടുവന്ന് വലിച്ചു മുറുക്കുന്ന വാക്കുകൾ വേണ്ട എന്ന് പറയാൻ ഇഷ്ടമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സ്വോത്രം, സ്വോത്രം. ഇന്നലത്തെ പറഞ്ഞ ദൂതിന്റെ ആരാധനയോടെ വരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം, സ്തോത്രം. ഞാൻ ആനന്ദിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്നത്തെ ദൂതിൽ ദൈവത്താൽ ഒരു വലിയ വിടുതൽ വേണം? എൻ്റെ കുടുംബത്തിൻ്റെ അന്ധകാരം പറഞ്ഞു മാറണം, പൊളിച്ചു മാറ്റണം ദൈവം. അതിന് ഞാൻ രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി പിടിക്കാമോ? എൻ്റെ വീട്ടിൽ നൃത്തം വയ്ക്കുന്ന അന്ധകാരം, നാട്ടുകാർ വായിച്ചു നോക്കുന്ന അന്ധകാരം, വീട്ടുകാർ ശരിക്കും തെളിച്ചു കാണുന്ന അന്ധകാരം, ഇന്നത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ആ അന്ധകാരം മാക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ വാക്കുകൾക്ക് മാറ്റം വരണം. ഞാനിവിടെ ഒരു കൺഫെഷൻ നടത്തണം, ഏറ്റു പറയണം. ഞാൻ ഇയ്യോബ് ഏറ്റു പറയുകയാണ്, അറിയാതെ ഞാൻ പറഞ്ഞു പോയല്ലോ കർത്താവ്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുട്ട് മാറിയിരിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. തിരുവല്ലയിൽ ഒരു വലിയ ചർച്ചുണ്ട്, നിങ്ങൾക്കറിയാം. ഷാരോൺ ഫെലോഷിപ്പിന്റെ വലിയൊരു ചർച്ച. അതിൽ IBTയുടെ ഒരു വലിയ മീറ്റിംഗ് ആണ്. IGTയുടെ സംസ്ഥാന മീറ്റിംഗാണ്. KC ജോൺ പാസ്റ്റർ, ഞാനും മാത്യു പി തോമസ് പാസ്റ്ററൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് അവരൊക്കെ അറിയാമല്ലോ. സാധുവായി എനിക്കും അവിടെ ഒരു അവസരം അവർ തന്നു. അതിൽ പകൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പകൽ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെലിഞ്ഞ സഹോദരൻ ഇടയ്ക്ക് ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്.
ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ അറിയാതെ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുക. എനിക്ക് ആ നേരത്തെ എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ലാത്തൊരു കണ്ടീഷൻ, അത്ര അന്തരീക്ഷത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഇരുന്ന വശം ഓടി വന്ന് പുള്ളി എന്നോട് പറയുകയാണ്, എൻ്റെ വീട് ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഇല്ല, ഒരു വാക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാറില്ല, പാസ്റ്ററോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പാസ്റ്ററുടെ അനുവാദത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു ചെന്നു. ആ വീടിൻ്റെ വാതിലിൻ്റെ ലോക്ക് തുറക്കുമല്ലോ, നിങ്ങൾക്കറിയാം, അന്തരീക്ഷം അറിയണം. അത് തുറക്കുന്ന സമയത്ത് വീട്ടിനകത്തെ പണ്ടത്തെ ഇങ്ങനെ റിങ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ഫോൺ, അതിനെന്തെന്നതിനെ പറയുക, നമ്മളിങ്ങനെ ഓരോന്ന് നമ്പർ ഇങ്ങനെ ഇല്ലേ, ആ ഫോൺ റിങ് ചെയ്യുക, ഭയങ്കര സൗണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. തുറന്ന് വേഗം ചെന്ന് ആ ഫോൺ എടുത്തു. വെച്ച് നോക്കിയപ്പോൾ 6 കൊല്ലങ്ങൾക്ക് ശേഷം അവൻ്റെ പഴയ ബോസ് വിളിച്ച് പറയുകയാണ്, സണ്ണിച്ച നീ തിരിച്ചു വാ, നിനക്ക് ജോലി തരാം. ഇന്നെൻ്റെ തമ്പുരാൻ നിന്നോട് പറയുകയാണ്, ശരിക്ക് ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിച്ചാൽ, ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞാൽ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അന്ധകാരത്തിന്റെ ചങ്ങല പൊട്ടിയിരിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ, ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കൈകൾ മലർത്തി ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തു. അന്ധകാരത്തിന്റെ ശക്തി വീട്ടിൽ നിന്ന് പോകാൻ ശാസിച്ചിട്ടും നടക്കുന്നില്ലെങ്കിൽ ഇന്ന് പറയാം, നീ കൺഫഷൻ നടത്ത്, ഏറ്റു പറയേ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേ. അന്ധകാരത്തിന്റെ ചങ്ങല ഇന്ന് നിന്റെ ഭവനത്തിൽ പൊട്ടും. നീ അവിടെ ചെല്ലുമ്പോൾ അത് കാണും. തയ്യാറുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അനുഭവത്തിൽ എത്ര എണ്ണമാണ് പറയാനുള്ളതെന്ന് അറിയാമോ? വാക്കുകൊണ്ട് അന്ധകാരം വിളിച്ചു വരുത്തി വീട്ടിൽ അന്ധകാരം തുള്ളിക്കളിക്കുമ്പോൾ കൃപാപരമുള്ളവരെ വിളിച്ചു കൊണ്ടുവന്ന് ഉപവാസ പ്രാർത്ഥന വെച്ച് 2-3 ദിവസം പാസ്റ്റർ അറിയാതെ വിളിച്ചു കൊണ്ടുവന്ന്, ചർച്ച അറിയാതെ വിളിച്ചുകൊണ്ട് നടത്തിയിട്ടും പൊട്ടുന്നില്ല കെട്ട്. ഇത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ദൂത് കേട്ടപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞു, പാസ്റ്റർ അറിയാതെ ഞങ്ങൾ ഒത്തിരി പ്രവാചകന്മാരെ വിളിച്ചു കൊണ്ടുവന്നു, കെട്ടുപൊട്ടിയില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ചർച്ചിന്റെ അധികാരി അറിഞ്ഞിട്ട് വേണം വിളിക്കാൻ. ഈ സഭയിൽ ഞങ്ങളുടെ അധികാരിയായി ദൈവം നിയമിച്ചത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിയമിച്ചത് പാസ്റ്ററാണെന്ന് ഞാൻ അറിയുന്നു. എന്നോട് ക്ഷമിക്കണം, എൻ്റെ വാക്കുകൾ പാസ്റ്റർക്കെതിരെ, ചില വിശ്വാസികൾക്കെതിരെ കയറി വന്നിട്ടുണ്ട്, അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. സ്റ്റേജിൽ കയറി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി. നടന്ന കാര്യം പറയുന്നേ. വീട്ടിൽ കയറി ചെന്നിട്ട് 2:30 മണിയായപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നു. 2:30 മണിക്ക് എന്നെ വിളിച്ചിരിക്കുക. ഹോങ്കോങ്ങിൽ നിന്ന് മറുപടി വന്നെന്ന്. ലക്ഷങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു. അത് നൽകാൻ ഇപ്പോൾ നടന്ന മീറ്റിംഗിൽ സാവകാശമായി നിങ്ങൾക്ക് വേണ്ടി പേപ്പർ ശരിയായെന്ന്. ഇത് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് കയറി നൃത്തം ചെയ്യുന്ന അന്ധകാര ശക്തി ഞാൻ ഏറ്റുപറഞ്ഞാൽ, ഞാൻ ഉപേക്ഷിച്ചാൽ, കൺഫഷൻ ആൻഡ് സെപ്പറേഷൻ, അതാ ബൈബിൾ പറയുന്നേ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഈ കെട്ട് അഴിയും എന്ന് മാത്രമല്ല, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് കാണും.
വിശ്വസിക്കുന്നെങ്കിൽ മാത്രം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുകയല്ല, ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നതുകൊണ്ടായി പറയുന്നത്. ഉറപ്പുള്ളവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഏറ്റു പറയേണ്ട ആളാണ് ഞാൻ, മനപ്പൂർവ്വം ഏറ്റു പറയേണ്ട ആളാണ്. ദൈവത്തോട് നേറ്റു പറഞ്ഞ എല്ലാവരും ദൈവത്തോട് നേറ്റു പറഞ്ഞേ, ശരിക്കും മനസ്സ് തുറന്ന് പറ. മുഴുവൻ കാര്യവും വായിച്ചറിയുന്ന യേശുവിനോട് പറയൂ. തടവില്ലാതെ വായിക്കുന്ന നാഥനോട് പറ, എന്റെ അനുഭവം അങ്ങ് മുഴുവൻ അറിയുന്നു. ഇന്ന് ഞാൻ ഏറ്റു പറയാൻ തയ്യാറാണ്. കണ്ണു നിറയുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാവരും കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. വിശ്വസിക്കുന്നവരെല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ചങ്ങല പൊട്ടുകയാണ്. നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, നിന്റെ ഏറ്റുപറച്ചിലിൽ, നിന്റെ ജീവിതത്തിൽ ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ, നീ അതിന് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, കൺഫെഷൻ ആൻഡ് സെപ്പറേഷൻ ഇപ്പോൾ നടത്തിയാൽ, ധൈര്യമായി തിരുവഴുത്തിന് മുമ്പിൽ പറയുന്നു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കെട്ടഴിഞ്ഞത് കാണും. ഷുവർ. ഇത് റെക്കോർഡ് ചെയ്യുന്നതിനാൽ സ്തോത്രം. നീ കാണുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത ഞായറാഴ്ച ഇവിടെ സാക്ഷ്യം കേൾക്കും. നാളെ വ്യക്തികളെ ലോക്ക് ചെയ്യാൻ, അവർക്കൊരു പദവി ലഭിക്കാതിരിക്കാൻ ശരിക്കും വാക്കുകൾ വാട്സപ്പിലൂടെയും മറ്റ് മാധ്യമങ്ങൾ വഴിയും അയച്ച് ഫോണിലൂടെയും പ്രയോഗിച്ച് വലിയ ബന്ധനങ്ങൾ വീട്ടിൽ വരുത്തിയവരുണ്ട്. ഉദാഹരണം, ഗോപകുമാറിനെ ഞങ്ങോട്ട് വിളിക്കുകയാണ്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നാട്ട്. ഞാനും ഇദ്ദേഹം ഇവിടുത്തെ വിശ്വാസികളാണ്. കണ്ട തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിന് ഒരു ഉയർച്ച വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ സഭയ്ക്കകത്ത് ആ ഉയർച്ച വരാതിരിക്കാൻ ശരിക്കും ചില നീക്കങ്ങൾ ഞാൻ നടത്തി. ഈ വാക്കുകൾ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു എക്സോൾട്ടേഷൻ, ഉയർച്ച വരാതിരിക്കാൻ എന്റെ വാക്കുകൾ നീക്കിയിരിക്കുക തോക്കുപോലെ. അപ്പൊ കുറച്ച് നാളത്തേക്ക് അത് തടയപ്പെട്ടു. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്റെ സ്നേഹിതരോടൊക്കെ പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് 2 അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. സംഗതി അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. തമ്പുരാൻ എന്താ ചെയ്തേ? എന്റെ നന്മകൾ ആഘോഷമായിട്ടങ്ങ് ഫുൾ സ്റ്റോപ്പാക്കി. ഞാൻ ഫുൾ സ്റ്റോപ്പാക്കിയത് ഇദ്ദേഹത്തിന്റെ ഒരു കസേരയാ. പക്ഷെ തമ്പുരാൻ എന്റെ നന്മകൾ ആഘോഷമായി ഫുൾ സ്റ്റോപ്പാക്കി. ഇനി നീ ആഘോഷിക്കണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തി. നമ്മുടെ ഈ മോനെ പ്രവാചകൻ വിചാരിക്കുന്നത് ഒരു കണ്ടിട്ടൊരു പ്രവാചകന്റെ ലുക്ക് ഉണ്ട്. ഇന്നലത്തെ ആളല്ലേ, എന്താ പേര് പറഞ്ഞേ? ബെൻസൺ പ്രവാചകൻ. പാസ്റ്റർ അറിയാതെ ബെൻസൺ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ അവിടെ വരണം, ഒരു 3 ദിവസം ആരും അറിയണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. അതുപോലെ 10 വിളിച്ചിട്ടും കെട്ടഴിയുന്നില്ല. ഈ ദൂത് ഈ ചർച്ചിൽ കേൾക്കണം. സ്വകാര്യവൽക്കരണമല്ല, ദൈവവചന പദ്ധതി എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ഹല്ലേലി ഉറക്കെ പറയാൻ പറ്റുമോ? നമുക്ക് ശക്തമായൊരു ഹല്ലേലി പറയാൻ പറ്റുമോ? ഇന്ന് കെട്ടഴിയണം എന്നുള്ളവർ മാത്രം കരം ഉയർത്തി പിടിച്ചാട്ട്. ഇന്ന് കെട്ടഴിയണം എന്നുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇന്ന് എന്റെ കെട്ടഴിയണം എന്നുള്ളവർ, ഇന്നെന്റെ കെട്ടഴിയണമെന്നുള്ളവർ മാത്രം കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ചെയ്യേണ്ടത് എന്താണ്? ആദ്യം കൺഫെഷനാണ്, ഏറ്റുപറച്ചിലാണ്.
നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ഏറ്റു പറയാം. ആദ്യം തുറന്ന ഹൃദയത്തോട് ഒരു ഓപ്പൺ ടെക്ഷനായി ഒന്ന് ഏറ്റു പറഞ്ഞ എല്ലാവരും വിടുതൽ വേണമെന്നുള്ളവരെല്ലാം ഏറ്റു പറഞ്ഞാട്ട്. 2, ഇനി ഞാനത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കില്ല, ഞാനിനി അത് ചെയ്യില്ല, എൻ്റെ അകത്ത് ദൈവസ്നേഹം നിറയ്ക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നലെ തോമാച്ചൻ കാണിച്ച മാതൃക പ്രകാരം ആ നെഞ്ചത്തൊന്ന് കൈവയ്ക്കുന്ന നിർബന്ധമല്ല, ഒന്ന് കരം വെച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? Pray to God. Pray to God. മാധ്യമം വഴി അങ്ങനെ ശ്രമിക്കുന്നവരോട് ഞാൻ പറയുക, ഈ പ്രാർത്ഥന ഇവിടെ നടത്തുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എത്ര കിലോമീറ്റർക്ക് അപ്പുറത്തായാലും, അമേരിക്കയിലായാലും സ്വിറ്റ്സർലൻഡിലായാലും, നിങ്ങൾ ഭൂട്ടാനിലായാലും റഷ്യയിലായാലും ഈ പ്രാർത്ഥന ഇവിടെ നടത്തുമ്പോൾ ഒപ്പം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കെട്ട് അവിടെ വെച്ച് ദൈവം അഴിക്കും. അനുഭവത്തിൽ നിന്നാ പറയുന്നേ. കടലിൽ ഒഴുകി നടന്ന കപ്പലിൽ ഒരു പ്രാർത്ഥന നടന്നപ്പോൾ കെട്ടടിച്ചത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞതാ. ഇന്ന് അഴിയുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈകൾ ഉയർത്തി പിടിച്ചാട്ടെ. ഒന്നിച്ച് കണ്ണുകൾ അടയ്ക്കാം, ധ്യാനിക്കാം. എല്ലാവരും ധ്യാനിച്ചാട്ടെ. പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ വിടുതൽ കിട്ടുമെന്നുള്ള വിവരം ഞാൻ പാസ്റ്ററുടെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. നിർണയത്തോടു കൂടിയാ പറയുന്നത്. മാത്യു കോരുത് പാസ്റ്റർ എനിക്ക് തന്ന വിശ്രമമുറിയിൽ ഒരല്പസമയം ഞാൻ കണ്ണു നിറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. കൃത്യമായി ദൈവാത്മാവ് പറഞ്ഞു ഈ ദൂത് ഇവിടെ പറയണമെന്ന്. ഇന്ന് ചില കെട്ട് അഴിഞ്ഞിരിക്കും എന്നുറപ്പാണ്. വിദേശത്തും ചില കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. എബ്രോഡിലും ചില ബോണ്ടേജ് അഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ. അത് നടന്നിരിക്കും. പാസ് പ്രാർത്ഥിക്കും. നിങ്ങൾ ഒന്നിച്ച് ദൈവത്തിങ്കിലേക്കാണ് മനസ്സുയർത്തേണ്ടത്. ഗാഡ് വിൽ ബ്ലസ് യു. പ്രാർത്ഥിച്ചാട്ടെ പാസ്. പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഇന്ന് പകൽ കേട്ട വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ജനത്തെ ദൈവകരങ്ങളടിയൻ സമർപ്പിക്കുന്നു. കർത്താവേ, വാക്കുകൾ കൊണ്ട് ഇരുളാക്കിയ ജീവിത മേഖലകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നത് തിരുവഴുത്തിന്റെ ശക്തിക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് കാണാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതിന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നത് കൊണ്ട് കർത്താവേ, എവിടെയൊക്കെ വാക്കുകൾ കൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ മറ്റുള്ളവരിലോ ഇരുളാക്കിയ മേഖലകളുണ്ടോ, മുറിവേൽപ്പിച്ച അനുഭവങ്ങളുണ്ടോ, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കുമെന്നുള്ള തിരുവഴുത്തിൻ പ്രകാരം അങ്ങയുടെ കരം നിന്റെ ജനത്തിന്റെ മേൽ ഇന്ന് പകൽ ഒന്ന് വച്ച് അങ്ങ് ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്നുവരെ ജീവിതത്തിനകത്തുള്ള സകല ബോണ്ടേജുകള് യേശുക്രിസ്തുവിന്റെ നാമത്തിലും വചനത്തിന്റെ വ്യവസ്ഥയാലും ഈ സമയമായിരിക്കുന്ന അനുഭവങ്ങളിൽ അത് അഴിച്ചു മാറ്റുന്ന ദൈവശക്തി ഈ ജനത്തിന്റെ ഉള്ളങ്ങളിൽ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് അയക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. വചനത്തിന് മുമ്പിൽ ഉടമ്പടി ചെയ്ത അവിടുന്ന് ജനത്തെ കരുതുന്ന ദൈവമേ, തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിലും പ്രാണനിലും ആത്മമനുഷ്യരിലും ഭവനാന്തരീക്ഷങ്ങളിലും ദൈവത്തിന്റെ മഹത്വം തേജസ് അതിന്റെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന് മുമ്പിൽ ഉടമ്പടി ചെയ്ത ജനത്തെ സ്വർഗം അംഗീകരിച്ച് മഹത്വം വെളിപ്പെടുത്തണം, സാക്ഷ്യത്തിനാക്കി തീർക്കണം. വചനത്താൽ പിന്നെയും സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ബന്ധനങ്ങൾ അഴിഞ്ഞു എന്ന് ദൈവാത്മാവനോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കാൻ കഴിയും. എല്ലാവരും ഇരിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? പാപമില്ലാത്ത മുറിവ് കെട്ടുന്ന വിധം പഠിക്കേണ്ടതില്ലല്ലേ? അതാ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? ആ കെട്ടുന്ന വിധം കൂടെ പറയാം. സമയം ഇന്ന് ഇപ്പോൾ 1 മണി വിട്ടാലും കുഴപ്പമില്ലവരുണ്ട്. ആർക്കെങ്കിലും 1 മണിക്ക് പോകേണ്ട അത്യാവശ്യക്കാരുണ്ടോ?
ഒരു 5 മിനിറ്റ് കൂടെയൊക്കെ പോയാലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ് കൂടെ പോയാൽ എന്താ കുഴപ്പം? ഹല്ലേലൂയ. എങ്കിൽ ഈ ദൂത് കേട്ടിട്ടേ പോകാവൂ. പാസ്റ്റർ ഒരു 5-10 മിനിറ്റ് ഓക്കെ. ഞാൻ അനുവാദത്തോടെ എടുക്കാറുള്ളൂ, സാധാരണ ടൈമിൽ നിർത്തുന്ന ആളാണ് ഞാൻ. എന്നാൽ ഈ ദൂത് നിങ്ങൾ കേൾക്കണം എന്ന് ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. 42-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മോള് ഒന്ന് മൈക്കിലൂടെ ഒന്ന് വായിച്ച്. വായിക്ക്. 5-ാം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു. ജോബ് ബിഫോർ ട്രയൽ, പരിശോധനയ്ക്ക് മുമ്പ് ഇയ്യോബ് ഉറക്കെ പറ, ഒരു കേൾവി. എല്ലാവരും പറഞ്ഞാട്ടെ, കേട്ടിട്ടേ ഉള്ളൂ. The final stage of affliction, പ്രതിസന്ധിയുടെ സമാപന സമയമായപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു? ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക്? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു നിങ്ങൾ. ഇപ്പോൾ എന്റെ കണ്ണുകൊണ്ട് പ്രതിസന്ധികളുടെ അറ്റത്ത് എന്റെ ദൈവത്തെ നേരിട്ട് കാണാൻ അവസരമൊരുക്കുന്ന ദൈവമാണ് എന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും ഒരുമിച്ച് വായിച്ചാട്ടെ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി, ഒരു കേൾവി മാത്രമേ ഉള്ളൂ എനിക്ക്. അന്ന് പുസ്തകമില്ല, അന്ന് ബൈബിളില്ല, ഒരു പേജ് പോലും എഴുതിയിട്ടില്ല. ആ ടൈമിൽ ഒരു കേൾവിയേ ഉള്ളൂ, ഒരു കേൾവി. പക്ഷെ ഇപ്പോഴെന്താ? ഐ ഗോട്ട് എ ഗ്രേറ്റ് വിഷൻ ഓഫ് യു. നിന്നെ കുറിച്ച് വലിയൊരു കാഴ്ച എനിക്ക് ലഭിച്ചു. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ എല്ലാവരും പറയൂ. പ്രതിസന്ധിയുടെ ഒടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ നേരിൽ കാണും എന്ന ഉറപ്പ് ഇയ്യോബിന് ലഭിച്ചതുപോലെ എനിക്ക് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അതിനടിയിലൊരു ഒന്ന് പറഞ്ഞിട്ടിട്ട് ഒപ്പിടാൻ പറ്റുമോ? ഐ ഹാവ് എ ഗ്രേറ്റ് അഷുറൻസ്. എനിക്കതിൽ നല്ല നിർണയമുണ്ട്. എൻ്റെ പ്രതിസന്ധിയുടെ ഒടുവിൽ ഞാൻ കാണുന്നത് ഗോപകുമാറിനെ അല്ല, പാസ്റ്റർ മാത്യു കോരുതിനെ അല്ല, പാസ്റ്റർ കെ തോമസിനെ അല്ല. എന്നെ വിടിയിപ്പാൻ കഴിയുന്ന, എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, ലോകത്തെ വീണ്ടെടുക്കാൻ കഴിയുന്ന, ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന വലിയൊരു വിടുതലാണ്, വീണ്ടെടുപ്പുകാരനെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു കാഴ്ച ലഭിച്ചു പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ജോബ് ബിഫോർ ട്രയൽ, പരിശോധനയ്ക്ക് മുമ്പ് എന്തായിരുന്നു? ദ ഫൈനൽ സ്റ്റേജ് ഓഫ് അഫ്ലിക്ഷൻ, പ്രതിസന്ധിയുടെ സമാപന സമയത്ത് എന്ത് ചെയ്യുക? ഈ കടന്നുപോയതെല്ലാം മറക്കത്തക്കതുള്ള കാഴ്ചയത്. ഞാൻ ഒന്നുകൂടെ ഉറക്കെ പറയാണ്, നിങ്ങൾ എഴുതി വെക്കണം. കടന്നുപോയതെല്ലാം മറക്കാൻ തക്ക കാഴ്ച എനിക്ക് തരുമെങ്കിൽ അതല്ലേ വിലയേറിയത്. അതൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ യേശുവിനെ കണ്ടാൽ മതി എന്നൊരു പാട്ടില്ലേ മോനെ, അതൊന്ന് എടുത്തു വെക്കാൻ പറ്റും? എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. അവർ പാടിക്കോട്ടെ. ആ പാട്ടൊന്ന് ധ്യാനിച്ച് എല്ലാവരും. ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പ്രതിസന്ധിയുടെ വലുപ്പം പറഞ്ഞ് 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 പിശാചിന്റെ രാജ്യത്തിലെ പ്രിയപ്പെട്ടവർ നൃത്തം വയ്ക്കുമ്പോൾ പ്രതിസന്ധിയുടെ വലുപ്പമല്ല കേൾക്കേണ്ടത്, എന്റെ യേശുവിനെ ഇതിന്റെ ഒടുവിൽ കാണുമെന്നുള്ള സന്തോഷത്തിന്റെ തിരത്തള്ളലിലേ വരേണ്ടത്. ഈ ഉറപ്പാണ് എനിക്കുള്ളത്, ഈ ഉറപ്പാണ് എനിക്കുള്ളത്. ഇന്ന് പകൽ ഈ ഒരു വലിയ ഉറപ്പ് എനിക്ക് എൻ്റെ ദൈവം തിരുവഴുത്തിലൂടെ തന്നു എന്ന് പറയാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്.
ഞാൻ എൻ്റെ യേശുവിനെ കാണും. ഈ കഷ്ടത്തിന്റെ ഒടുവിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണും. ഞാൻ കാത്തിരിക്കുന്നത് കഷ്ടത്തിന്റെ വലുപ്പമല്ല, കഷ്ടത്തെ ചവിട്ടി മലർത്തുന്ന ക്രിസ്തുവിന്റെ വലുപ്പമാണെന്ന് അറിയുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. നിങ്ങൾക്ക് കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഞാൻ തടസ്സമല്ല. എന്റെ വർണ്ണന കഷ്ടത്തിന്റെ വലുപ്പമല്ല, എന്റെ വർണ്ണന കഷ്ടത്തിന്റെ ഒടുവിൽ കാണാൻ പോകുന്ന ക്രിസ്തുവിന്റെ വലുപ്പമാണ്. I will see my Lord, I will see my Redeemer. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ചുടാനക ഹംദജാലക ഷൈഡബാലക റിന്ദപക്ഷ പടബൽകടക ദൈഡാദാന റംദൽ പ്രൗഢ ബാനക ജഗദൽ കൈഡാദാന റുഷൈഡസ്. ഒന്നിച്ചാരാധിച്ചേട്ടെ. ഞാൻ കാണാൻ പോകുന്നത് ആ കഷ്ടത്തിന്റെ അറ്റത്തുള്ള ക്രിസ്തുവിനെയാണ്, വേദനയുടെ അറ്റത്തുള്ള ക്രിസ്തുവിനെയാണ്, നിന്ദയുടെ അറ്റത്തുള്ള ക്രിസ്തുവിനെയാണ്. എന്നെ തിരുത്തി വക വരുത്തി ആനന്ദിക്കുന്നവർ ഇനി കാണാൻ പോകുന്നത് ഞാനും ക്രിസ്തു ഒന്നിച്ച് യാത്ര ചെയ്യുന്നതാണ്. ആക്ഷേപിച്ച് ക്ഷയിപ്പിക്കുന്നവർ കാണാൻ പോകുന്നത് ഞാനും ക്രിസ്തുവും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതാണ്. വകവരുത്തി തീർക്കാൻ നോക്കുന്നവർ ശ്രദ്ധിക്കുക, ഇനി കാണുന്നത് രണ്ടുപേരൊരുമിച്ച് യാത്ര ചെയ്യുന്നതാ. ഇല്ലാതാക്കുന്ന, ചരിത്രത്തെ ഇല്ലാതാക്കുന്ന, ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന, മാനസിക ബലത്തെ കെടുത്തുന്ന വലിയ ദുഷ്ട ആലോചനകൾ ദുഷ്ടൻ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുമ്പോൾ ധൈര്യമായി പറയണം, ഇതുകൊണ്ടൊന്നും തീരില്ല, എൻ്റെ ജീവിതം, എൻ്റെ ചാപ്റ്റർ ആരംഭിക്കാൻ പോകുകയാ. ഒരു പുതിയ ചാപ്റ്റർ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ച്, ശക്തിയായി ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ച്. താൽക്കാലിക കഷ്ടം കൊണ്ട് വാതിലടച്ച് അവസാനിപ്പിക്കാമെന്ന് ദുഷ്ടൻ ആലോചനയുണ്ടെങ്കിൽ ഇഷ്ടനായവൻ വിളിച്ചു പറയുകയാണ്, അതിന്റെ അറ്റത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, അതിന്റെ ഫൈനൽ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഡോണ്ട് വറി. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചേ. യേശുവിനെ ഫൈനൽ സ്റ്റേജിൽ ഞാൻ കാണും. ഈ കഷ്ടത ഇവിടെ തീരാൻ പോകുകയാണ്. ആമേൻ. എന്റെ തലമുറകളെ നോക്കി നെടുവീർപ്പിട്ട് കരഞ്ഞു എന്ന് പറയുന്നവർ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ചില സന്ദർഭങ്ങളിൽ എൻ്റെ തലമുറകൾ നോക്കി ഞാൻ നെടുവീർപ്പിട്ട് കരഞ്ഞിട്ടുണ്ട്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഉറക്കെ പറയുകയാണ്, അതേ തലമുറ നിന്റെ ചരിത്രത്തെ തിരുത്താൻ ദൈവം ഉപയോഗിക്കുന്ന രംഗം നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഉറപ്പുള്ളവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. നെടുവീർപ്പിട്ട് കരഞ്ഞവരോട് ഞാൻ പറയുകയാണ്, അതേ തലമുറയെ ദൈവം ഉപയോഗിച്ച് നിന്റെ കണ്ണുനീരൊപ്പുന്നത് ദൈവം നിന്നെ കാണിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? ആക്ഷേപിക്കുന്നവരോട് ഞാൻ പറയട്ടെ, വികലമാക്കുന്നവരോട് പറയട്ടെ, പ്രകടമാക്കുന്ന ദുഷ്ടതരങ്ങൾ, കഷ്ടതരങ്ങൾ, ആക്ഷേപങ്ങളുടെ വലുപ്പങ്ങൾ കയറി വരുമ്പോൾ ഇല്ലാതായി തീരുകയാണ്. നമ്മൾ ഇല്ലാതായി തീരുകയാണ്. പക്ഷെ അടിയിൽ എഴുതണം, ഞാൻ ഇല്ലാതായി തീരുകയല്ല, ദേ അറ്റത്ത് യേശു നിൽക്കുന്നുണ്ട്, അവൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുമെന്ന് പറയാൻ ഈ കഷ്ടതയിൽ എത്ര പേർ തയ്യാറുണ്ട്? ഞാൻ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുമെന്ന് പറയാൻ ഈ കഷ്ടതയിൽ എത്ര പേർ തയ്യാറുണ്ട്? അങ്ങനെയുള്ളവരെ കൈയൊന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുമോ?
എൻ്റെ ഭാവിയെ നോക്കി ഞാൻ പുഞ്ചിരിക്കും. ഇരിമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു കൈ ഒന്ന് പിടിച്ച് ഉയർത്തി പിടിച്ച്, എൻ്റെ ഭാവിയെ നോക്കി ഞാൻ പുഞ്ചിരിക്കും ക്രിസ്തുവിനാൽ എന്ന് കൂടെ ചേർക്കണം. ഒന്നുറക്കെ പറഞ്ഞെല്ലാവരും, എൻ്റെ ഭാവിയെ നോക്കി ഞാൻ പുഞ്ചിരിക്കും. എങ്ങനെ? ബൈ ക്രൈസ്റ്റ്, ക്രിസ്തുവിനാൽ. വിശ്വസിപ്പാൻ കഴിയുന്നവർ ആ കൈ ഒന്ന് ഉയർത്തി ഒരു 5 ഹല്ലേലൂയ പറഞ്ഞ്. ദൈവം എത്ര വലിയവനാ! ദൈവം എത്ര വലിയവനാ! എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട്. കരയാവുന്നതിൻ്റെ വലുപ്പത്തിൽ കരഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. എനിക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന് കരയാൻ മടിയുണ്ട്. ജീപ്പ് എടുത്ത് പോയി തൊട്ടടുത്ത് ഹൈവേ ആണ്. ഹൈവേയുടെ ഒരു സൈഡിൽ ജീപ്പ് എല്ലാം അടച്ചു. ഞാൻ പുറകിൽ അതൊക്കെ ഉണ്ടല്ലോ, കട്ടനൊക്കെ, ഡോറിൻ്റെ ചില്ലും അടച്ചു. ഉറക്കെ ജീപ്പിലിരുന്ന് കരഞ്ഞു ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ജീപ്പിലിരുന്ന് ഉറക്കെ കരഞ്ഞു. കർത്താവേ, എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്വാധീനതകൾ കുറേയുണ്ട്. പറയാൻ ഇഷ്ടമില്ല. ഇവിടെ വന്നാൽ എനിക്ക് ഒരുപാട് സ്വാധീനമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിൽ. വിവിധ നിലയിൽ, ഉയർന്ന നിലയിൽ ഇപ്പോഴും സ്വാധീനതകളുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ, അവർക്കെതിരെ ചെയ്യാതെ, എൻ്റെ യേശുവിൻ്റെ അടുക്കലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ജീപ്പിലിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത ദിവസം അതിൻ്റെ വലിയ വിടുതൽ നേരിട്ട് ഞാൻ കാണുകയാണ്. നെടുവീർപ്പിട്ട് ദീർഘശ്വാസം ഇടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഞാൻ ഉറക്കെ പറയുന്നു, ബൈബിൾ പറയുകയാണ്, അങ്ങനെ ദീർഘശ്വാസം വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിടുതൽ നിങ്ങൾക്ക് കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി പിടിക്കാൻ പറ്റുമോ? ഇതെന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് മൈ ഓൺ എക്സ്പീരിയൻസ്. ഇന്ന് ഈ ദൂത് പറയും മുമ്പ് സമയങ്ങൾ ഞാൻ ദൈവസന്നിധിയിലിരുന്നു. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ ആളാണ് ഞാൻ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ നല്ല ആരോഗ്യവാനല്ലേ, നിങ്ങൾക്കറിയില്ലേ? അല്ലേ ഗോപകുമാറേ? നല്ല സ്റ്റാൻഡേർഡ് ആരോഗ്യവാനല്ലേ നിൽക്കുന്നത്. 2 മണിക്കൂർ ഞാൻ പവർ പോയിന്റ് ചെയ്തു കോളേജിലേക്ക് വേണ്ടി പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞാൻ എഴുന്നേറ്റു. ആ ഉപദേശിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് എത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്, എൻ്റെ ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവം എന്ത് ചെയ്താൽ കൺഫെഷൻ ആൻഡ് സെപ്പറേഷൻ ഒന്ന് പറഞ്ഞെല്ലാവരും. ബൈബിളിൽ ഒരു വാക്യത്തിൽ ഇത് രണ്ടും കിടപ്പുണ്ട്. അറിയാം ആർക്കെങ്കിലും? എസ്രയുടെ പുസ്തകത്തിൽ ഈ 2 കാര്യം കിടപ്പുണ്ട്. ഒന്ന് പറഞ്ഞെല്ലാവരും. കൺഫെഷൻ ആൻഡ്, ഉറക്കെ പറഞ്ഞേ മോളെ, ആ മൈക്കിലൂടെ ഒന്ന് പറഞ്ഞേ കുട്ടി. കൺഫെഷൻ ആൻഡ് സെപ്പറേഷൻ. കൺഫെഷൻ ആൻഡ് സെപ്പറേഷൻ. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കൺഫെഷൻ, സെപ്പറേഷൻ. അതെ. എസ്രയുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യം വായിക്കണം. അത് വായിച്ചിട്ട് ഞാൻ അവിടെ കുത്തിടും. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും. കൺഫെഷൻ, പാപം ഏറ്റുപറയുക. കൺഫെഷൻ. ഈ വാക്യം എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. മരണം വരെ ഈ വാക്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൺഫെഷൻ, ഏറ്റുപറയുക. അടുത്തത്, അവന്റെ ഇഷ്ടം അനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുക. സെപ്പറേഷൻ. ഇനി ആ വാക്യം വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചെന്ന് പറയാം. കൺഫെഷൻ, ഓർക്കെ പറ എല്ലാവരും, ആൻഡ് സെപ്പറേഷൻ. ഈ കൊച്ചു നന്നായി പറഞ്ഞു. കൺഗ്രാജുലേഷൻ. ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ. കൺഫെഷൻ ആൻഡ് സെപ്പറേഷൻ. ഏറ്റു പറയുക, വേർപെടുക. ഒത്തിരി പേര് ഏറ്റു പറയാറുണ്ട് സഭായോഗത്തിന്. അങ്ങനെ എന്നിൽ നിന്ന് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കള്ളത്തരാണത്.
ശ്രദ്ധിച്ചില്ല. ഉണ്ടെങ്കിലേ എന്തെല്ലാം ഒപ്പിച്ചിട്ടായി പറയുന്നറിയാവും. അത് ആത്മാർത്ഥമായി പറയാൻ എത്ര പേർക്ക് പറ്റും? എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റിനെ ക്ഷമിക്കണം, ഇത്രയേ വേണ്ടൂ. അത് ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, ക്ഷമിക്കണം. ക്ഷമ ചോദിച്ചിട്ടും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, ബാക്കി കാര്യം ദൈവം പഠിപ്പിച്ചോളും. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ആ വെള്ള ഷർട്ടിട്ട് അച്ചായൻ്റെ പേരെന്താണ്? രണ്ടാമത്തെ വരിയിലിരിക്കുന്ന അബ്രഹാം. ഓ, അബ്രഹാം പിതാവൊക്കെ ഇവിടെയുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഞാൻ സന്തോഷനായി. അബ്രഹാം പിതാവിനോടല്ലേ നമ്മുടെ ധനവാനും ലാസറും കിടക്കുന്ന ഇടത്തുനിന്ന് ഒരു വലിയ അല്ലേ അബ്രഹാം പിതാവേ എന്ന് ഏറ്റു പറഞ്ഞു. ഏറ്റു പറയുന്നത് നമ്മളൊക്കെ നടത്താറുണ്ട്. സ്വാഭാവികത്തിനും സാക്ഷ്യത്തിനൊക്കെ ഒരു ദൂത് കേൾക്കുമ്പോഴേക്കും ഏറ്റവും കർത്താവിൻ്റെ സ്ഥിതി പറയും, എൻ്റെ പക്ഷം തന്നെ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോന്ന്. ഉണ്ടെങ്കിലേ അത് കള്ളത്തരത്തിൻ്റെ ലക്ഷണമാണ്. ഇന്നത് എൻ്റെ മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം, അതാണ് ശരി. ഇത് പറഞ്ഞപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടക്കുന്ന പോലെ എന്നെനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അറിഞ്ഞിട്ട് വേണം പോകാൻ. നമുക്കൊന്നുകൂടെ പറയാം, കൺഫെഷൻ പറഞ്ഞേ. ഉണ്ടെങ്കിലല്ല, ഇന്ന തെറ്റുണ്ട്, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഏറ്റു പറയുക. ഏറ്റു പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇനി അതിൽ തുടരരുത്, വേറെ പഠനം. ഇത് ആർക്ക് ബോധ്യപ്പെടണം? ഗോപകുമാറിനോ, കെ എ തോമസിനോ, മാത്യു കോരി പറഞ്ഞ പാസ്റ്റർക്കോ? അല്ല, ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ നിന്റെ ചരിത്രം ഇന്ന് വഴിമാറുമെന്ന് 100% ഉറപ്പ് പറയുകയാണ് ഞാൻ. ഇന്ന് ബോധ്യപ്പെടുത്താൻ എത്ര പേര് തയ്യാറുണ്ട്? നിങ്ങളുടെ കൈകൾ ഒന്ന് ഉയർത്തി, കണ്ണുകൾ മൂടി, ഒരു വാക്ക് ദൈവത്തോടൊന്ന് പറയാമോ? ഒറിജിനൽ അങ്ങ് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക. ഹൃദയം ഒറിജിനൽ. ആ പാട്ട് നമുക്കൊന്ന് പാടാനുണ്ട്. കുഞ്ഞുങ്ങൾ മുമ്പോട്ടൊന്ന് പാടും മുമ്പ് നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ. ഒന്ന് ഏറ്റു പറഞ്ഞേ നിങ്ങളെല്ലാവരും. ഹൃദയം തുറന്ന് പറ. ഹൃദയം തുറന്ന് നിങ്ങൾ പറയൂ. ഉപേക്ഷിക്ക്. ഇത് രണ്ടിനും ഇന്ന് തയ്യാറായി നിങ്ങൾ ദൈവം മുൻപാകെ തെളിയിച്ചെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ധകാര ബന്ധനം അഴിഞ്ഞു എന്ന് ഉറപ്പായി പറയുകയാണ് ഞാൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന്